നിന്റെ ഹീതം പോലെ എൻ്റെ ഹീതം പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോവേ നിന്റെ ഹീതം പോലെ എന്നെ നിത്യനാട പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നാളും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ആൻഡ്രൂസ് അച്ഛൻ, നിങ്ങളുടെ വികാരിയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂട്ടുകാരനോ അല്ലെങ്കിൽ എൻ്റെ അനുജനെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ജ്യേഷ്ഠനും പറയാൻ പറ്റത്തില്ല, ഏകദേശം പ്രായക്കാരാണ്. കുറേ കാലഘട്ടങ്ങളിൽ ദൈവവചനവും ആരാധനയും പഠിക്കുവാനായിട്ട് സെമിനാരിയിൽ ഒരേ ക്ലാസ്സിലും ഒരേ മുറിയിലും കഴിഞ്ഞിട്ടുള്ളവരാണ്. ഞാൻ ഈ അടുത്തിടെയായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുമായ ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു ദൈവിക വരമാണ്. എനിക്കില്ലാത്തതും ഞാൻ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും. വേണമെന്ന് എല്ലാവരോടും പറയും. നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, തന്നെത്താൻ പഠിക്കുന്നതുമില്ല എന്നുള്ള കർത്താവിൻ്റെ വചനം നിവൃത്തിയായിക്കൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വാക്കാണ് വിനയം, താഴ്മ. പരിശുദ്ധ ദൈവമാതാവിനെ പറ്റി നമ്മൾ ആരും ഉയർത്തിയിട്ടില്ലതുപോലെ. കാരണം എന്താണ്? ആരും അതുപോലെ വിനയപ്പെട്ടിട്ടുമില്ല. അതാണ് ഞാനിത് പറയാൻ കാര്യം. എൻ്റെ മുറിയിൽ ആദ്യത്തെ ഒരു വർഷം ഞങ്ങൾ ഒരു മുറിയിലാണ്, രണ്ടാമത്തെ വർഷം ഒരു മുറിയിലാണ്. ഒരാളുടെ സ്വഭാവം ഒരു മാസത്തിനകം ഏകദേശം വെളിവാകും. അതിൽ കൂടുതലൊന്നും നമുക്ക് അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആൻഡ്രൂസ് അച്ഛനിൽ ഞാൻ കണ്ടിട്ടുള്ള വലിയൊരു സവിശേഷതയാണ് ശാന്തമായി കൈകാര്യങ്ങളെ നേരിടുക എന്നുള്ളത്. എനിക്ക് ഉറപ്പാണ് ഈ ഇടവകയിൽ ഇപ്പോഴും അച്ഛൻ ആ സ്വഭാവം വിട്ടിട്ടുണ്ടാവില്ല എന്നുള്ളത്. ദൈവമാതാവിനെ പറ്റിയും കർത്താവിനെ പറ്റിയും ഒക്കെ ധ്യാനിക്കുകയും പഠിക്കുവാനും നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥയെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു ആനന്ദം, ഒരു സന്തോഷം നമുക്ക് ലഭിക്കുവാനും ഇന്നത്തെ ദിവസം ഈ വചന ധ്യാന ചിന്തകളിലൂടെ, ധ്യാനത്തിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവമാതാവിൻ്റെ പ്രത്യേകിച്ച് ഈ പുണ്യ സ്ഥലത്തിൻ്റെ പരിപാവനതയുടെ ആത്മീയത കാത്തുസൂക്ഷിക്കുന്ന പരിശുദ്ധനായ ഗൗരീസഹദായുടെ മധ്യസ്ഥതയിലും പ്രത്യേകം എനിക്ക് ഒരു അടുപ്പവും സ്നേഹവും ആത്മീയ ബന്ധമുള്ള കുറിയാക്കോസ് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. എനിക്കുറപ്പാണ് നിങ്ങളെല്ലാവരും ഈ ദേവാലയത്തിൽ എല്ലാ വെള്ളിയാഴ്ച തോറും ഈ 10,000-2000 ആൾക്കാർ വന്നുകൂടി ഈ ധ്യാനത്തെ സംബന്ധിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ആത്മീയ ആനന്ദമോ സമാധാനമോ ആശ്വാസമോ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത്രയും ജനം എങ്ങനെയാണ് കൂടി വരുന്നത്? ആ ഒരു ബോധ്യം എനിക്കുള്ളതുകൊണ്ട് എന്നിൽ കൂടി പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ചെങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സുവിശേഷിക്കുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മർമ്മം പ്രസംഗിക്കുവാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിന് നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന്. വചനം നമ്മളെ മാറ്റിമറിക്കുന്നതാണ്. നമ്മളെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കി വെണ്മയാക്കി
നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അച്ഛൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, നമുക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഘടകം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്ന ഒരു കാലഘട്ടമല്ല ഇനി മുമ്പോട്ട് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാ രീതിയിലും നമ്മളെ പ്രത്യേക ഒരു ആശങ്കയുടെ നിഴലിൽ നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിത പാതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു 50 വയസ്സിന് മേലുള്ളവർക്ക് ഇത് എന്തുമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്കത് ചിന്തിക്കുവാൻ പറ്റാത്ത ഒരു മേഖലയിലേക്ക് നമ്മുടെ ലോകം നീങ്ങിക്കഴിയാൻ പോകുന്നു എന്നല്ല, നീങ്ങിക്കഴിഞ്ഞു. ഇനിയും വരുവാൻ പോകുന്ന ഒരു 5 വർഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ 10-25 വർഷം കൊണ്ട് ഉണ്ടായ നേട്ടത്തിൻ്റെയൊക്കെ 10-20 മടങ്ങ് വേഗത്തിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞു. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട്, നമ്മുടെ തലമുറയെ ബാധിക്കുന്നുണ്ട്. നമ്മളിത് എന്തുമാത്രം ഏറ്റെടുത്തിരിക്കുന്നു എന്നറിയത്തില്ല. അതുകൊണ്ട് 2000 കൊല്ലം മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ള ദൈവിക വചനങ്ങൾ ഇന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുന്നേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മളിരുന്ന് പുനർവ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമ്മളുടെ ജീവിതവുമായിട്ട് ഇത് താതാത്മ്യപ്പെടുന്നത്, നമുക്ക് നമ്മുടെ ഈ ജീവിത പ്രശ്നങ്ങളിൽ എങ്ങനെ ആശ്വാസം കണ്ടെത്തും എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് സകലവും സാധ്യമാകുന്ന ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ്, കർത്താവിൻ്റെ കാൽപാദത്തിലാണ്, അവൻ്റെ ചോര ഒഴുകി വരുന്ന ആ ദർശനത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ മിഴികൾ പതിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്കിരിക്കാം. ആശ്വാസം ഉറപ്പാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന ചൊല്ലിയപ്പോൾ എനിക്ക് വേദപുസ്തകത്തിൽ ഞാൻ വെറുതെ എടുത്തങ്ങ് വായിച്ചതാണ്, പക്ഷേ അതിനകത്ത് ഈ ഭാഗം ഉണ്ടായിരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വരണം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവിടെ നിന്നല്ലാതെ വേറൊരു ആശ്വാസം കിട്ടത്തില്ല. നിങ്ങളിനി ഈ ലോകത്തിൻ്റെ പുറകെ എന്തെല്ലാം ആശ്വാസത്തിന് പോയാലും കർത്താവ് തരുന്ന ഒരു ആനന്ദം, ആശ്വാസം, സമാധാനം. എന്താണ് ഞാൻ പറഞ്ഞത്? ആനന്ദം, ആശ്വാസം, സമാധാനം. ഇത് ലോകം തരുന്നൊരു സമാധാനമല്ല, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു സമാധാനമല്ല, ഇത് പോയി നമ്മൾ അറിയുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പൂവിൻ്റെ ഗന്ധം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അത് ഞാൻ എത്ര പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. നിങ്ങൾ മണപ്പിച്ചിട്ടില്ലാത്ത, ഗന്ധം അറിഞ്ഞിട്ടില്ലാത്ത ഒരു പൂവിൻ്റെ ഗന്ധത്തെപ്പറ്റി ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ റോസാപ്പൂവിൻ്റെ ഗന്ധം നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു പൂവിൻ്റെ ഗന്ധത്തെപ്പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതറിയാൻ പറ്റും, ചെന്ന് മണപ്പിച്ച് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വന്ന് കാണുവീൻ. ഇത് അറിയണം. ഈ ദൈവിക ആനന്ദത്തെപ്പറ്റി നമ്മൾ അറിയണം. അപ്പോൾ കർത്താവ് ആരാണ്? ആദ്യം നമ്മളത് മനസ്സിലാക്കേണ്ടത്, കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ആരാണ്. പ്രത്യേകിച്ച് ഇന്ന് ദൈവമാതാവിൻ്റെ ഈ ഓർമ്മ ദിവസങ്ങളിൽ, ശൂന്യ പെരുന്നാളിൻ്റെ ഓർമ്മ ദിവസങ്ങളിൽ ഇന്നലത്തെ ദിവസവും ഇന്നത്തെ ദിവസവുമായിട്ട് ബന്ധിപ്പിച്ചാണ് നമ്മളിന്ന് അല്പസമയം ധ്യാനിക്കാൻ പോകുന്നത്. ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? സഭ മുഴുവനും ഒരു വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആഘോഷിച്ചിരുന്നു. ഏത് പെരുന്നാളാണ്? മറുരൂപ പെരുന്നാൾ അല്ലേ? മറുരൂപ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഡേ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയും. അതായത് കർത്താവ് മറുരൂപപ്പെട്ടു എന്നല്ല ശരിക്കും പറയേണ്ടത്. നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ശരിക്കും രൂപപ്പെട്ടത് അന്നേരമാണ്. ശരിക്കുള്ള രൂപമാണ് കാണിച്ചത്. അത് മൊത്തം കാണിച്ചുമില്ല, അത് മുഴുവനും കാണിച്ചുമില്ല, കാണിക്കാൻ പറ്റില്ല. അതിനെപ്പറ്റി നമ്മളൊന്ന് യഥാർത്ഥമായിട്ട് ധ്യാനിച്ചിട്ട് ഈ മഹത്വവും ഈ തേജസ്സും നമ്മളിലേക്ക് എങ്ങനെയാണ് കൈമാറി വരുവാൻ പോകുന്നത്, ആ കൈമാറി വരുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് പരിശുദ്ധ ദൈവമാതാവിലേക്ക് ഇത് എങ്ങനെയാണ് ഇറങ്ങി വസിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവിക ജ്ഞാനങ്ങൾ നമ്മൾ വെളിപ്പെടുമ്പോൾ നമുക്കൊരുപാട് ആശ്വാസം ലഭിക്കും. നമ്മൾ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം, നമ്മളുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നതിന് മുമ്പായിട്ട് ആരോടാണ് പറയുന്നത്, ആരാണ് നമ്മളുടെ മുമ്പിൽ നമുക്ക് ആശ്വാസദായനായിട്ട്, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരകനായിട്ട്, നമുക്ക് എല്ലാം തരുന്നവനായിട്ട് നിൽക്കുന്ന ഈ കർത്താവായ യേശുക്രിസ്തു ആരാണ്? ഇങ്ങനൊരു ചോദ്യം പണ്ടുണ്ടായിരുന്നു. നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു. കർത്താവിനെ ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ? നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു ഇത് യെരമ്യാ പ്രവാചകനാണെന്ന് ചിലർ പറയുന്നുണ്ട്, ചിലർ യോഹന്നാൻ സ്നാപകൻ രണ്ടാമത് ജനിച്ചാന്ന് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ചോദ്യമൊന്നുമല്ല.
എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ കൂടെ ഞാനും ഈ 3.5 കൊല്ലം ഉണ്ടായിരുന്നു, നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? അത് ശിഷ്യന്മാർക്ക് പോലും എല്ലാവർക്കും പിടിയിട്ടില്ല. പത്രോസ് മാത്രമാണ് ആത്മാവിൽ നിറഞ്ഞ ആ വാക്ക് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുക. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാവുന്നു. ഇത് കർത്താവിനെക്കുറിച്ചുള്ള പത്രോസിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തിരിച്ചറിവാണ്. നമുക്കെന്ത് തിരിച്ചറിവാണുള്ളത്? കർത്താവിനെ പറ്റി നമുക്കെന്തറിയാം? നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ആകുലരാണ്. ഇന്നത്തെ ലോകത്ത് പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, ഭാരമുണ്ട്. നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളുമെല്ലാം. ഞാനിതിൽ നിന്നും വിമുക്തനല്ല. എനിക്കുണ്ട് ഭാരങ്ങൾ, എനിക്കുണ്ട് പ്രയാസങ്ങൾ, എനിക്കുണ്ട് ദുഃഖങ്ങൾ. ഇതിലെല്ലാം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ കടന്നു പോകുന്ന തീച്ചൂളയുടെ മധ്യേ നമുക്ക് പരിഹാരം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ പരിഹാരകൻ ആരാണ് എന്നുള്ളതിനെ പറ്റി അറിഞ്ഞിരിക്കണം. അവൻ ആരാണ്? ഹൂ ഈസ് ഹീ? യേശു ആരാണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. നമുക്ക് പരിഹാരം കിട്ടിയില്ലെങ്കിലും നമ്മൾ ആരുടെ മുമ്പിൽ ഇരിക്കുന്നു, പരിഹാരം കിട്ടും. പരിഹാരം കിട്ടിയില്ലെങ്കിലും നമ്മൾ ആരുടെ സാന്നിധ്യത്തിലാണ്, ആ വലയത്തിലാണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു സംരക്ഷണത്തിലാണ്. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനം എന്താണ് പറയുന്നത്? അത്യുന്നതൻ്റെ സംരക്ഷണയിൽ വസിക്കുന്നവനും ദൈവത്തിൻ്റെ നിഴലിൽ മഹത്വപ്പെടുന്നവനുമായ മനുഷ്യ. അത്യുന്നതനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും ആ അത്യുന്നതനിൽ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന തേജസ്സിൻ്റെ വ്യാപ്തി, അതിനെപ്പറ്റി പറയുവാൻ ഞാൻ ആളല്ല, കേൾക്കുവാൻ നിങ്ങൾക്കും അതിനുള്ള ഒരു യോഗ്യതയുണ്ടെന്ന് നിങ്ങൾ ധരിക്കരുത്. കാരണം അത്യുന്നതൻ്റെ തേജസ് നമുക്ക് താങ്ങുവാൻ പറ്റുന്നത് അല്ല. ഇന്നലത്തെ വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഹൂത്തോമ സമയത്ത് ചൊല്ലുന്ന ഗീതത്തിൽ ഇപ്രകാരമാണ് പിതാക്കന്മാർ എഴുതിയിരുന്നത്: താബോർ മലയിൽ വെച്ച് നിന്റെ തേജസ്സിൻ്റെ സ്വൽപ്പം നീ അവരെ കാണിച്ചു കൊടുത്ത്. സ്വൽപ്പം എന്നാണ്. അപ്പോൾ നമുക്ക് ഈ താബോർ മലയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അത് നമ്മളിലേക്ക് എങ്ങനെ വ്യാപരിക്കുന്നു, അതിനടയാളമായിട്ട് പരിശുദ്ധ മാതാവിലേക്ക് ഇത് കൈമാറി വന്നത് എങ്ങനെയാണെന്ന് മാതാവിനെ നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് എടുക്കാം. മാതാവിനെ ദൃഷ്ടാന്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ കൂടെ അത് ബാധിക്കുന്ന കാര്യമാണ്. കാര്യം എന്താണ്? ഒരു ദിവസം കർത്താവ് ദേവാലയത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പുറത്ത് വലിയ ജനക്കൂട്ടം ഇങ്ങനെ കവിഞ്ഞുകൂടി നിൽക്കുകയാണ്, ഇതുപോലെ കവിഞ്ഞുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ദേവാലയത്തിന് പുറത്ത് നിന്ന് കുറച്ച് പേര് പറഞ്ഞു, നിൻ്റെ മാതാവും സഹോദരന്മാരും പുറത്ത് നിന്ന് നിന്നെ അന്വേഷിക്കുന്നുണ്ട്, പ്രസംഗമൊക്കെ മതി, അവർ കുറേ നേരമായിട്ട് വിഷമിക്കുകയാണെന്നാൽ നീ അങ്ങോട്ട് ചെല്ലെന്നൊക്കെ ചെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്താണ് മറുപടി പറഞ്ഞത്? എൻ്റെ മാതാവാര്, എൻ്റെ സഹോദരന്മാരുമാര്, അല്ലേ? എന്നിട്ടോ ബാക്കിയാണ് നമ്മളെ കോരിത്തെരിപ്പിക്കേണ്ട വചനം അടുത്തതാണ്. എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആരോ അവനാകുന്നു എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മൾ അതിനപ്പുറത്ത് കയറി വായിക്കും. ദിവസവും വായിക്കുമ്പോൾ, വചനത്തെ ധ്യാനിക്കുമ്പോൾ അതിനപ്പുറത്തോട്ട് കയറി നമുക്ക് പരിശുദ്ധാത്മാവ് വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം. നമ്മൾ ഈ വേദോത്സവം വായിക്കുമ്പോൾ അതിനകത്ത് വരികൾ മാത്രം വായിച്ചു പോകരുത്. പരിശുദ്ധാത്മാവെ നീ എന്നോട് സംസാരിക്കണം. വചനത്തിൻ്റെ ഉള്ളിലെ രഹസ്യ മർമ്മങ്ങളെ കോരശരാജാവിന് വെളിപ്പെടുത്തിയതുപോലെ വെളിപ്പെടുത്തണം. യെശയ്യാ 45-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? യഹോവ കോരശനോട് പറയാണ്, ഞാൻ നിനക്ക് മുമ്പായി നടന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമര കഥകളെ തകർത്തുകളെയും ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിച്ചുകളെയും ചെയ്യും. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാനുള്ള വരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കാരണം നമ്മളെപ്പോഴും ഈ മർമ്മങ്ങൾ അന്വേഷിക്കാൻ തൽപരരല്ല. ദൈവത്തിൻ്റെ മർമ്മങ്ങൾ അന്വേഷിക്കണം. അത് കർത്താവിനെ ആരാണവൻ എന്നറിയണം. ആരാണവൻ എന്നുള്ള കാര്യം അവൻ അറിയണം. അങ്ങനെ അറിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവഹിക്കും. നമ്മളിലേക്ക് ആത്മാവിൻ്റെ ശക്തമായ ധാര ഒഴുകി ഇറങ്ങി നമ്മൾ ആനന്ദം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അതൊരു പ്രശ്നമല്ലാതാകുകയാണ്. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, പ്രശ്നത്തോട് നമ്മൾ പറയണം, പ്രശ്നമേ എൻ്റെ ഉള്ളിൽ ഒരു ദൈവമുണ്ട്. അല്ലാതെ ദൈവത്തോട് എപ്പോഴും എന്നും നമ്മൾ പറയാം, ദൈവമേ എനിക്കൊരു പ്രശ്നമുണ്ട്, കർത്താവേ എൻ്റെ പ്രശ്നം. അതല്ല. നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്
പ്രശ്നത്തെയാണ്. പ്രശ്നത്തോട് പറയാ, പ്രശ്നമേ എനിക്കൊരു കർത്താവുണ്ട്, അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ നിങ്ങൾ വരണം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ആ ആശ്വാസം കിട്ടുമെന്നുള്ള ഉറപ്പും ധൈര്യവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ ആരാണ്, അവൻ ആശ്വാസം തരുവാൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം ഉള്ളിൽ. ഒരു കൊച്ചു കുഞ്ഞ് കിണറ്റി വീണു. കൊച്ചു കുഞ്ഞ് കിണറ്റി വീണു. അവൻ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകളെല്ലാം കൂടെ കൂടി ഒരു കയറെടുത്തിട്ട് കൊടുത്തു. അവൻ്റെ അപ്പന് ഓടി വന്നു. അപ്പന് പ്രായമായി, അയാൾക്ക് ബലവും ഇല്ല, ആരോഗ്യവും ഇല്ല. എല്ലാവരും കൂടെ കയറിട്ട് കൊടുത്തപ്പോൾ ഈ അപ്പൻ സൈഡിൽ വശത്ത് നിന്നിട്ട് നിസ്സഹായനായി നോക്കി നിൽക്കുകയാണ്. കുഞ്ഞ് കയറെ പിടിക്കുന്നില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു, അപ്പായുടെ ഈ കയറ് കൊടുക്കാൻ പറഞ്ഞു. ബലവും ഇല്ല, ആരോഗ്യമില്ല. പക്ഷേ കുഞ്ഞ് അങ്ങനെ പറയാൻ കാര്യം എന്താ? അവൻ്റെ അപ്പൻ ആ കയറിൽ നിന്ന് വിടുകയില്ലെന്ന് അവന് ബോധ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ്റെ അപ്പൻ അവൻ ആരാണെന്ന് അവനറിയാം. ഈ അറിവ് നമ്മളിലേക്ക് പകരുവാൻ കർത്താവിൻ്റെ തേജസ്സിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ധ്യാനിക്കാം. കർത്താവിൻ്റെ മറുരൂപത്തിൻ്റെ ആ വലിയ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ അതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അതായത് ഈ തേജസ് എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട് വേദോസിൽ വേറെ എവിടെയെങ്കിലും തേജസ് എന്നുള്ള വാക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്ക് തെളിവായി വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾ പറയാൻ പറ്റുമോ? തേജസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സംഭവം പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എവിടെയെങ്കിലും? ഒരുപാടുണ്ട്. നമുക്കിപ്പം ഇത്രയും പേരിയ്ക്കുന്നതുകൊണ്ട് എല്ലാവരോടും ചോദിക്കാനൊന്നും എനിക്ക് പറ്റുകയില്ല. അപ്പോൾ മോശ ദൈവത്തിൻ്റെ തേജസ് കണ്ട ആളാണ്, അല്ലേ? 33-ാം അധ്യായത്തിലുണ്ട്, പുറപ്പാട് 33-ാമത്തെ അധ്യായത്തിലുണ്ട്. നിന്റെ തേജസ് എന്ന് പറഞ്ഞ് മോശയെ ദൈവം തേജസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 33-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം എടുക്കാമോ? പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം. ഞാൻ നിങ്ങളോടൊരു കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇത്രയും പേര് ഇരിക്കുമ്പോൾ നമ്മൾ എന്തായാലും വചനം കേൾക്കാൻ വരികയാണ്. വചനം കേൾക്കാൻ വരുന്നവർ വേദപുസ്തകം വരണം, വേദപുസ്തകത്തിനകത്ത് നോക്കണം. നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വലിയ അനുഗ്രഹം കിട്ടും. അപ്പോൾ 33-ാം അധ്യായം 13-ാം വാക്യം എന്ന് വായിക്കാം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാട്ടെ. ഈ ജാതി നിന്റെ ജനം എന്നോർക്കണമേ. അതിനവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്തു. അവനോട് തിരുസാന്നിധ്യം എന്നോട് പോരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും ഈ ജനത്തോടും കൃപയുണ്ട് എന്നുള്ളത് ഏതിനാലറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകലജാതികളും വെച്ച് വിശേഷതയുള്ളവരായി തീരും എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്നരുളി ചെയ്തു. അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. അപ്പോൾ 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്ന് തേജസ്, ഒന്ന് മഹിമ. ഇതിനകത്തൊരു ചെറിയ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. തേജസ് എന്നൊരു വാക്കുണ്ട്, മഹിമ എന്നൊരു വാക്കുണ്ട്. അപ്പോൾ മാതാവിലേക്ക് പ്രവഹിച്ചത് ദൈവത്തിൻ്റെ തേജസ്സാണ്. മാതാവ് നമുക്ക് പകർന്നു തന്നത് ദൈവത്തിൻ്റെ മഹിമയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ് പൂർണ്ണമായിട്ട് ആർക്കും ഇന്നും ഉൾക്കൊള്ളുവാൻ പറ്റില്ല. മറുരൂപമലയിൽ നിങ്ങൾ ഇനി മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത്? 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. എത്ര ദിവസം കഴിഞ്ഞ ശേഷം? 6 ദിവസം. എന്ന് പറഞ്ഞാൽ ഇത് എത്രാമത്തെ ദിവസമാണ്? 7-ാം ദിവസം. ഇതാണ് കയറി വായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? 6 ദിവസം കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് വായിച്ചു വിടരുത്. 6 ദിവസം കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ ഇത് എത്ര ദിവസം?
ഏഴാം ദിവസം. അവിടെ നമ്മുടെ ധ്യാന ചിന്ത പരിശുദ്ധാത്മാവ് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകണം. ആ 6 ദിവസം കഴിഞ്ഞ ശേഷം 7-ാം ദിവസം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകത? 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവം സൃഷ്ടിയിൽ എന്താണ് ചെയ്തത്? 7-ാം ദിവസം തമ്പുരാൻ എന്താണ് ചെയ്തത്? എന്താണ്? വിശുദ്ധീകരിച്ചു. ഒന്നും കൂടെ കുറച്ചും കൂടെ കയറി ചിന്തിച്ച് വിശുദ്ധീകരിച്ചു. എല്ലാ ദിവസവും വിശുദ്ധീകരിച്ചിരുന്നല്ലോ. 7-ാം ദിവസം ദൈവം ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ക്രിയയായിട്ട് പറയുമ്പോൾ അങ്ങനെയാണ്. എന്താണ് 7-ാം ദിവസം എന്താണ് ചെയ്തത്? ദൈവം സ്വസ്ഥമായി വിശ്രമിച്ചു. ഇതാണ് വിശ്രമം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു പണിയും ചെയ്യാതെ ഒരു മൂലക്കിരുന്നല്ല, അങ്ങനല്ല. ദൈവത്തിൽ ഉള്ള വിശ്രമം. നമ്മൾ കല്ലറയിൽ എഴുതി വയ്ക്കുന്ന വാക്കില്ല. എന്താണ് എഴുതുന്നത്? റെസ്റ്റ് ഇൻ പീസ്. അത് കല്ലറയിൽ എഴുതേണ്ട കാര്യമൊന്നുമല്ല. കല്ലറയിൽ എഴുതേണ്ട കാര്യമാണോ അത്? ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, ബി റെസ്റ്റ് ഇൻ പീസ്. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് അതല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം, സ്ലീബായാലേ നിങ്ങൾക്ക് സമാധാനം. അതായത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവമാണ് 7-ാം ദിവസം. അത് സമാധാനമാണ്. സകല പ്രശ്നങ്ങളുടെയും ആകുലതകളുടെയും ഇടയിൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന സമാധാനത്തിൻ്റെ പരിശുദ്ധാത്മാ വ്യാപാരത്തെയാണ് വിശ്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കും. ഇന്ന് നിങ്ങളിങ്ങനെ കിടന്നങ്ങ് ഓടാതെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ വെച്ച് ഒരു സഹോദരിയെ കണ്ടു. സഹോദരി എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് പള്ളിയിൽ വരുവാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, അതെന്താണ്? അതായത് അടുത്ത വർഷം, അതായത് 2027 ഡിസംബർ മാസത്തിൽ എനിക്കൊരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 1 വർഷം മുമ്പേ എല്ലാ കുർബാനകളും കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, കർത്താവിൻ്റെ ശരീരരക്തങ്ങളോട് എല്ലാ ദിവസവും കർത്താവിനോട് ചേർന്നിരിക്കേണ്ടതാണ്, ചേർന്നിരിക്കുകയും വേണം. പക്ഷേ ശരീരരക്തങ്ങളോട് ചേർന്നിരിക്കുവാൻ നമുക്ക് ഒരൊറ്റ ഇടമേ ഉള്ളൂ. ആ ഇടത്തിൻ്റെ പേരാണ് ദേവാലയം. മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ വേറൊരു സ്ഥലത്ത് മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ദേവാലയത്തിൽ പോക്ക് നിർത്തി എന്ന് പറഞ്ഞു. ദേവാലയത്തിൽ പോക്ക് നിർത്തി. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതാണ്. ഞാനവിടെ ട്രസ്റ്റി ആയിരുന്നു. ഞാനവിടെ ഒരുപാട് സഹായങ്ങൾ ആ ദേവാലയത്തിന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആൾക്കാരെല്ലാം എനിക്കെതിരായിരിക്കുന്നു. ഞാൻ പറയുന്നതിനൊന്നും, എൻ്റെ വാക്കുകൾക്കൊന്നും ഒരു മൂല്യം അവർ കൽപ്പിക്കുന്നില്ല. മാത്രമല്ല എന്നെപ്പറ്റി അപശ്രുതികൾ വ്യാപരിച്ചു തുടങ്ങിയിരിക്കുന്നു. ദൈവാത്മാവുള്ളവൻ ഇതിനെല്ലാം സന്തോഷമായിട്ടെടുക്കും. കാരണം ദൈവവചനം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി അഹോരാത്രം തീവ്രതയോടെ ജാഗ്രതയോടെ അധ്വാനിച്ചപ്പോൾ പഴികളും നിന്നുകളും ദുഷികളും പാടാൻ എളുപ്പമായതൊക്കെ, നിന്ന ദുഷി പരി ഞെരുക്കങ്ങളെല്ലാം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. പക്ഷേ ഈ സാധനം ഇങ്ങോട്ട് വരുമ്പോഴേ ഇത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അതേ എന്നോട് പറഞ്ഞു, ഞാൻ പള്ളിപ്പോക്ക് നിർത്തി എന്ന് പറഞ്ഞു. പള്ളിപ്പോക്ക് നിർത്തി. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. കാരണം ഇദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത്, ഞാൻ പോയിട്ടുള്ളതാണ്, ദേവാലയത്തിന് തൊട്ടടുത്താണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു ന്യായം, അച്ഛാ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ബലിപീഠം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞു ത്രോണോസ് പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ത്രോണോസിൻ്റെ അവിടെ നിന്ന് തിരിയൊക്കെ കത്തിച്ച് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചോളാം, എനിക്ക് കുർബാന അവിടെ നിന്ന് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. എന്ത് പറയാനാണ്? അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചതുപോലെ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പ്രിയപ്പെട്ട അച്ചായ, നല്ല കാര്യമാണ്, ഒരു കുഴപ്പമില്ല, ഒന്നുമല്ല, ദേവാലയത്തിൽ പോയിന്നില്ലെങ്കിലും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, അച്ഛൻ ദേവാലയത്തിൽ പോകണ്ട, ഞായറാഴ്ച പോകണ്ട, പ്രൊവൈഡഡ് ഓൺ വൺ കണ്ടീഷൻ. എന്താണെന്നറിയാമോ? തിരുശരീര രക്തം അച്ഛൻ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോകണ്ട. അത് പക്ഷേ അത് പിന്നെ അച്ഛന്മാർക്കല്ല. അതാണ് അച്ഛന്മാരെന്നുള്ളതല്ല, നമ്മൾ ദേവാലയത്തിൽ വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പിൽ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കൂദാശയെ, മർക്കോസിന്റെ മാളികയെ സ്ഥാപിച്ച തൻ്റെ തിരുശരീര രക്തങ്ങൾ അവൻ എന്തിനായിട്ട് ഇവിടെ വന്നുവോ അത് വിഭാഗിച്ച് കൊടുക്കുന്ന സ്ഥലത്ത് ചെന്ന് ആരാധിക്കുന്നതും വേറെ ഇടങ്ങളിൽ ചെന്ന് ആരാധിക്കുന്നതും വ്യത്യാസമുണ്ട്. എല്ലാ ആരാധനകൾക്കും സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്.
എവിടെ നിന്നും എന്തും ആരാധിക്കാൻ പറ്റില്ല. കാറ്റെല്ലായിടത്തും ഇല്ലേ? എന്നാൽ പിന്നെ ഈ ഫാനിൻ്റെ ആവശ്യമുണ്ടോ? ഫാൻ എന്തിനാണ് ഇടുന്നത്? അവിടെ കാറ്റിൻ്റെ ശക്തി കൂടുതലാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ ആരാധിക്കുന്ന സ്ഥലങ്ങളുടെ ശ്രേഷ്ഠത, മഹനീയത, അവിടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവൻ ആരാണ് എന്ന് മനസ്സിലാക്കണം. അപ്പം 6 ദിവസം കഴിഞ്ഞ ശേഷം അവൻ വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യരോടുകൂടി കൂടാരമടിച്ചു എന്നർത്ഥം. അങ്ങനൊരു വാക്കുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ വേദോത്സവത്തിൻ്റെ ഒറിജിനൽ ഭാഷയിൽ പലപ്പോഴും കർത്താവ് നമ്മളോട് കൂടെ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക്, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ടബർനാക്കിൾഡ് എന്നാണ്. എന്താണ് ടബർനാക്കിൾഡ്? ടബർനാക്കിൾ എന്നുള്ള വാക്കിൻ്റെ കൂടാരം, കൂടാരമടിച്ചു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മോടുകൂടെ എന്ത് ചെയ്തു എന്നാണ് യോനാസ്ലിയ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ള വാക്കിന് പകരം യഥാർത്ഥമായ ഗ്രീക്ക് ബൈബിളിൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് ടബർനാക്കിൾ എന്നാണ്. ടബർനാക്കിൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കൂടാരം അടിച്ച് കൂടാരത്തിൽ ഒരു കുടുംബം പോലെ അപ്പനായിരുന്നു നമ്മുടെ കൂടെ ഇരുന്നു അർത്ഥം. ഒറ്റ കുടുംബമാണ്. ഞാൻ അവർക്ക് മക്കളാണ്, അല്ല, ഞാൻ അവർക്ക് അപ്പനാണ്, എനിക്കവർ മക്കളാണ്. ശലോമോനെ പറ്റി ദൈവം ദാവീദിനോട് പറയുന്നത് അങ്ങനെയാണ്, അവൻ എനിക്ക് മകനും ഞാൻ അവന് അപ്പനുമായിരിക്കും എന്നാണ്. പുതിയ നിയമത്തിലെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അവകാശം അതാണ്, മക്കൾ എന്നുള്ള അവകാശം. നിങ്ങൾ വെളിപാടിൻ്റെ പുസ്തകം എടുത്ത് വെളിപാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം, 21-ാം അധ്യായം 3-ാം വാക്യം. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ എന്താണുള്ളത്? മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. ഈ വാക്ക് ഓർത്തോണം. ഈ കൂടാരം നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മുടെ ഉള്ളിലുണ്ടാവണമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കൂടാരം ഉണ്ടാവണം. അതെന്താ വീട്ടിലെ കൂടാരം? എന്താണ് വീട്ടിലെ കൂടാരം? ഇതൊരു കൂടാരമാണ്, അറിയാമോ? ദേവാലയം ഒരു കൂടാരമാണ്. ഈ ദേവാലയത്തിൻ്റെ ഒരു കൂടാരം വീട്ടിലുണ്ടാവണം. അങ്ങനെ ഉണ്ടോ? അതായത് നിങ്ങളുടെ വീട്ടിൽ കർത്താവിനായിട്ടൊരു പ്രത്യേക കൂടാര സ്ഥലം ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടോ? ഇന്നത്തെ പല വീടുകളിലും അങ്ങനെ സ്ഥലമുണ്ട്, പക്ഷേ അത് ഓപ്പൺ സ്പേസ് ആണ്. കണ്ടിട്ടുണ്ടോ? നമ്മളവരുടെ വീട്ടിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇന്നത്തെ വീട്ടിൽ ഫ്രണ്ട് ഏരിയയിൽ തന്നെ വലിയൊരു പടമൊക്കെ വെച്ച് 2 തിരിയൊക്കെ വെച്ച് വലിയൊരു പടം, അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടാരം ഒരിക്കലും ഓപ്പൺ സ്പേസ് അല്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. കൂടാരം ക്ലോസ്ഡ് സർക്കിളാണ്. അതിനെയാണ് കൂടാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ ഈ സംഗതിയൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ വ്യാപാരമില്ല. എന്തിൻ്റെ വ്യാപാരമില്ല? പരിശുദ്ധാത്മ വ്യാപാരമില്ല. അതുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പ്രാർത്ഥനകൾ നടക്കണം. വിസിറ്റേഴ്സ് വരുമ്പോൾ മാത്രമോ ഒരച്ഛൻ വരുമ്പോഴോ മാത്രം പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദിവസവും രാവിലെയും വൈകിട്ടും, പറ്റുമെങ്കിൽ ഉച്ചയ്ക്കും അവിടെ നിന്ന് മുട്ടുകുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് സ്പേസ് വേണം. പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും, ഒത്തിരി അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എനിക്ക് ഉറപ്പാണ്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ അപ്പച്ചന്മാർ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നു, അല്ലേ? അത് വീട്ടിലെ കൂടാരമാണ്. ഇന്ന് എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? ഇന്ന് നമ്മളൊരു വെറും ഒരു ഷോയ്ക്ക് വേണ്ടി ഈ കൂടാരം പോലെ ഒരു സാധനം ഫ്രണ്ട് ഏരിയയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ആരും പ്രാർത്ഥിക്കാറില്ല. പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കയറിയാൽ അറിയാം. അങ്ങനെ ഒരു കൂടാരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കൂടാരത്തിൽ നിന്ന് പരിശുദ്ധാത്മ എനർജി മുഴുവൻ ആ വീട്ടിലേക്ക് വ്യാപരിക്കും. നിങ്ങൾക്ക് എന്ത് ആകുലതയായാലും പ്രശ്നങ്ങളായാലും പൈശാചിക ആക്രമണങ്ങളായാലും രോഗങ്ങളായാലും പീഡകളായാലും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേ അത് വ്യാപരിക്കത്തുള്ളൂ. വീടിന് ചുറ്റും, ഏദൻ തോട്ടത്തിന് ചുറ്റും കറങ്ങുന്ന വാളുകളാൽ കെറൂബുകളെ നിർത്തിയ പോലെ മാലാഖമാരുടെ ഒരു സൈന്യത്തെ കർത്താവ് കാവൽ നിർത്തും. കൂടാരം ഉണ്ടായിരിക്കണം, കൂടാരം. ഇനി ഈ കൂടാരം എങ്ങനെ വരും? ഏത് കൂടാരം? വീട്ടിലെ കൂടാരം എന്തുകൊണ്ടാണ് ഇപ്പോൾ വെറും ഓപ്പൺ സ്പേസ് ആയി പോയത്? നിങ്ങൾ ഈ മദ്വ കണ്ടോ? ഈ പള്ളിയിലെ മദ്വ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ? പറ.
ക്ലോസ്ഡ് ആണ്. അങ്ങനെയാണ് ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയിൽ പൗരസ്ത്യ ദർശനത്തിൽ ബലിപീഠത്തിൻ്റെ സ്ഥലം ക്ലോസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിനാണ് ദിസ്കുദിശൻ ചില പള്ളികളിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദിസ്കുദിശൻ ഇല്ലാത്ത പള്ളികൾ ക്ലോസ്ഡ് അല്ലെന്നുള്ള അർത്ഥം. പക്ഷേ പല പള്ളികളിലും എൻ്റെ ബലഹീന അറിവിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ഏതെങ്കിലും പിതാക്കന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പരിശുദ്ധ മദ്ബഹായിലേക്ക് വെളിച്ചം നമ്മൾ കൊണ്ടുവരിക ചെയ്യുന്നത്, പുറത്തുനിന്ന് വെളിച്ചം ശക്തമായിട്ട് കയറാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ഗ്രീക്ക് ഓർത്തഡോക്സ്, കോപ്റ്റിക് ഓർത്തഡോക്സ്, അതുപോലെ തന്നെ മറ്റ് ഓർത്തഡോക്സ് സഭകളിലെ ആലയങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അങ്ങനെയൊക്കെ ഒരുപാട് ദേവാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാം ക്ലോസ്ഡ് ആണ്. ഇരുട്ടാണ് അവിടെ പ്രകാശം കത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ബൽബയുടെ പുറയിൽ വലിയൊരു ഗ്ലാസ് വെച്ച് വെളിയിൽ നിന്ന് സൂര്യൻ്റെ വെട്ടം മുഴുവൻ അതുപോലെ കയറ്റി വിടത്തില്ല. പല പള്ളിയിലും ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പോട്ടെ, അതൊരു വിഷയമല്ല നമ്മളുടേത്. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞത് ഈ വീട്ടിലെ കൂടാരം എങ്ങനെയുണ്ടാവും, അല്ലെങ്കിൽ ഇതെങ്ങനെ നഷ്ടമായെന്നറിയാമോ? അതിനു മുമ്പ് വേറൊരിടത്ത് ഒരു കൂടാരം ഉണ്ടാകണം. അതെവിടെയാണെന്നറിയാമോ? അത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ കർത്താവിന് മാത്രം ഒരു സ്പേസ് കൊടുത്താൽ അതിൻ്റെ പ്രൊജക്ഷനാണ് വീട്ടിൽ വരുന്നത്, അതിൻ്റെ പ്രൊജക്ഷനാണ് ദേവാലയത്തിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞുകൊണ്ട് വരുന്നത്? അല്ലെങ്കിൽ ഇത് നടക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ദേവാലയത്തിൽ പോകണമെന്ന് തോന്നത്തില്ല, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നത്തില്ല. ഇതിനെല്ലാം അന്തരീക്ഷങ്ങളുണ്ട്. ഈ അന്തരീക്ഷങ്ങൾ സെറ്റ് ചെയ്യണം. ഈ അന്തരീക്ഷത്തിലേക്ക് എന്തിറങ്ങത്തുള്ളൂ? തേജസ് ഇറങ്ങത്തുള്ളൂ, ദൈവ തേജസ് ഇറങ്ങത്തുള്ളൂ. 6 ദിവസം കഴിഞ്ഞ് വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവൻ നമ്മോടുകൂടെ കൂടാരമടിച്ച് പാർത്തു എന്നർത്ഥം. അവിടെ എന്തിറങ്ങും? കർത്താവിൻ്റെ തേജസ് ഇറങ്ങും. അപ്പോൾ ശിഷ്യന്മാരെ, പത്രോസിനെ, യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ച് മറുരൂപമലയിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ മുമ്പിൽ അവൻ കൂടാരമടിച്ച് വെളിപ്പെട്ടു. റെവലേഷൻ, ഹി റിവീൽഡ് ഹിംസെൽഫ്. എക്സാക്ട്ലി who Jesus is now being revealed. അത് റിവീൽ ചെയ്യപ്പെട്ടു. എങ്ങോട്ട് റിവീൽ ചെയ്യപ്പെട്ടു? മനുഷ്യ മക്കൾക്ക് ചെറുതായിട്ട് മുഴുവൻ കൊടുക്കാൻ പറ്റില്ല. മുഴുവൻ കൊടുത്താൽ ഈ സൃഷ്ടി നമുക്ക് താങ്ങില്ല. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഉറക്കം വരുന്നവരെല്ലാം ഒന്നും കൂടെ ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിപ്പിൻ കേട്ടോ. ഉറങ്ങിയവരെ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് കർത്താവിനെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. രാത്രി പ്രാർത്ഥനയിലെ ഒരു സങ്കീർത്തനം പറഞ്ഞതാ കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? എന്തോ ഞാൻ പറയാൻ വന്നതാണ്, അത് പോയി. അപ്പോൾ എന്താണ് ഞാൻ പറയാൻ വന്നത്? എന്തോ ഒരു കാര്യം പറയാൻ വന്നല്ലോ. നിങ്ങൾ ഒരാളിനി ഇങ്ങനെ തൂങ്ങി താഴെ വീണെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ മുഴുവൻ കാര്യം പോയി. എന്തോ ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്താണ്? റിവീൽ ചെയ്തു മനുഷ്യരിലേക്ക് അവൻ്റെ തേജസ് മുഴുവൻ റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ കുറച്ച് കാണിച്ചു കൊടുത്തു. ഹുത്തോമയിൽ അങ്ങനെയാണ്, ഇന്നലത്തെ വിശുദ്ധകുമാരനിൽ ഹുത്തോമയിൽ അങ്ങനെയാണ് പാടിയിരിക്കുന്നത്. അല്പം നീ കാണിച്ചു കൊടുത്തെന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഈ തേജസ് മനുഷ്യൻ താങ്ങില്ല, സൃഷ്ടിക്ക് താങ്ങുവാൻ പറ്റുന്നതല്ല. അപ്പോൾ മോശ ഒരു തേജസ് കണ്ടു അല്ലേ, നമ്മൾ കുറച്ചു മുമ്പ് വായിച്ചു. ആ തേജസ് കർത്താവ് അല്പമേ കാണിച്ചു കൊടുത്തുള്ളൂ. എന്തുവാ പിൻഭാഗം മാത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ പുറംതിരിഞ്ഞ് നിൽക്കാമെന്നൊന്നുമല്ല അർത്ഥം. എൻ്റെ തേജസ് നിനക്ക് കാണുവാൻ സാധിക്കില്ല, പിന്നെ ആ മഹിമയായിട്ട് ഞാൻ അല്പം നിനക്ക് വെളിപ്പെടുത്തി തരാം, അല്പം വെളിപ്പെടുത്തി തരാം. അങ്ങനെയാണ് കുറച്ച് ഭാഗം കാണിക്കുന്നത്. ആ തേജസ്സിൻ്റെ ബാക്കി പത്രമാണ് മോശയിൽ നിന്ന് കൈമാറി ശലോമോനിലേക്ക് എത്തിയപ്പോൾ. ശ്രദ്ധിച്ചു കേൾക്കണം. മോശയിൽ നിന്ന് ഇത് കൈമാറി ശലോമോനിലേക്ക് എത്തി. ശലോമോൻ ദേവാലയം കൂദാശ ചെയ്തു. 1 രാജാക്കന്മാർ 8 അധ്യായത്തിൽ താഴോട്ടുണ്ട്. ദേവാലയം കൂദാശ ചെയ്യാണ്. കൂദാശ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങി. തേജസ് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഏത് രീതിയിലാണ് പഴയ നിയമത്തിൽ തേജസ് ഇറങ്ങുന്നത്? മോശയ്ക്ക് വെളിപ്പെട്ടതുപോലെ തന്നെയാണ്. മോശയ്ക്ക് എങ്ങനെയാണ് തേജസ് വെളിപ്പെടുന്നത്? എങ്ങനെയാണ് വെളിപ്പെട്ടത്? കൃപാസനത്തിന് മുമ്പിൽ എപ്രകാരമാണിത് വന്ന് നിറഞ്ഞു നിൽക്കുന്നത്? കൃപാസനത്തിന് മുമ്പിൽ മോശയുടെ കൃപാസനത്തെ പറ്റി അറിയാമോ?
കതിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. മോശ ചമച്ചോര പാടാമോ? മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയ. എന്താ പാടുന്നത്? എന്താണ് പാടിയത് നിങ്ങൾ? മോശ ചമച്ചോര പേടക ദൃഷ്ടാന്തം. മോശ ഒരു പെട്ടി ഉണ്ടാക്കി എന്നാ പറയുന്നത്. എന്ത് പെട്ടി? കതിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി, അല്ല ഒരു പെട്ടി ഉണ്ടാക്കി. എന്തിനാണ്? അതിനകത്ത് എന്തൊക്കെയായിരുന്നത്? മന്ന, അഹ്റോന്റെ തളർത്തവടി, അതുപോലെ തന്നെ പിന്നെന്താണ്? മന്ന, അഹ്റോന്റെ തളർത്തവടി, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പറ. കൽപ്പനകൾ എഴുതിയ കൽപ്പലക. ഈ 3 കൂട്ടം കാര്യങ്ങൾ എന്നെ വെച്ചിരുന്നു. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഇങ്ങനൊരു പെട്ടകം ഉണ്ടാക്കിയിട്ട് അതിന്മേൽ എന്ത് വന്നാവസിച്ചു? തേജസ് എങ്ങനെ വന്നിറങ്ങി ആവസിച്ചു? നല്ലതായിട്ട് വചനം വായിക്കണം. ഇന്നോട്ട് തുടങ്ങിക്കണം കേട്ടോ, എല്ലാവരും തുടങ്ങണം. ഒരു ആനന്ദമാണെന്നറിയാം വചനത്തിൽ നമ്മൾ ഇരുന്ന് ഇതിനെ ധ്യാനിക്കുമ്പോൾ. തേജസ് എങ്ങനെയാണ് വന്നിറങ്ങിയത്? അയ്യോടാ, മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ എന്നും ചൊല്ലുന്നതല്ലേ നിങ്ങൾ? മേഘരൂപേണ, മേഘം ഇറങ്ങി ആവസിച്ചെന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ തേജസ് മേഘം. ഈ മേഘം പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്. പഴയ നിയമത്തിലെ മേഘം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവാണ്. അവിടെ ഇറങ്ങി അങ്ങോട്ട് ആവസിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ഭാവം അല്ലെങ്കിൽ ഒരു അംശമാണത്. പൂർണ്ണ പരിശുദ്ധാത്മാവല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ അത് കർത്താവ് കാൽവറിയിൽ യാഗമായിട്ട് തൻ്റെ തിരുശരീര രക്തങ്ങളിൽ കൂടി ഒഴുകി വന്നിട്ടാണ്. രക്തവും ജലവും കൂടെ വന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സൃഷ്ടി മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങിയത്. അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ തേജസ് ഇറങ്ങി ഇങ്ങനെ ആവശ്യിച്ചപ്പോൾ മോശയ്ക്ക് കിട്ടിയ ആ തേജസ്സിന്റെ ബാക്കി പത്രമായിട്ട് ശലോമോൻ ദേവാലയം കൂദാശ ചെയ്തപ്പോൾ തേജസ് ഇറങ്ങി. ദൈവത്തിന്റെ തേജസ് എങ്ങനെ ഇറങ്ങി? മേഘത്തിന്റെ രൂപത്തിൽ ഇറങ്ങിയിട്ട് 1 രാജാക്കന്മാർ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 11-ാം വാക്യം. മേഘത്തിന്റെ നിറവ് കാരണം, അതായത് തേജസ്സിന്റെ ആ ശക്തി കാരണം പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അപ്പുറത്ത് കയറി വായിക്കണം. എന്താണ് ഈ തേജസ്? പുരോഹിതന്മാര് കണ്ടു. അതായത് പഴയ നിയമത്തിലെ തേജസ് ഈ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുന്നതായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. പഴയ നിയമത്തിലെ തേജസ് ഈ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുന്നതായിരുന്നു. പുതിയ നിയമത്തിൽ തേജസ് ഉണ്ടോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? 2 കൊരിന്ത്യർ 3:7. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിന്റെ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ. അതായത് നിങ്ങൾ ഓർക്കണം, പഴയ നിയമത്തിലെ ഏകനായിരുന്ന ഡിക്റ്റേറ്റർഷിപ്പായിരുന്ന യഹോവ എന്ന് പറയുന്ന ദൈവത്തിന്റെ തേജസ്സിന് ഇത്രമാത്രം ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കാൽവറിയിൽ ക്രൂശിലായി കിടക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നിന്ന് ഒഴുകി വരുന്ന പരിശുദ്ധാത്മ വ്യാപാരത്തിന് എന്തുമാത്രം തേജസ് ഉണ്ടാകും എന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷെ ഇത് എവിടെ കണ്ടോ? അത് അറിഞ്ഞവനെ കൂടാരത്തിലേക്ക് വരത്തുള്ളൂ. അതാണ് കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞവനെ കൂടാരത്തിലേക്ക് വരുവാൻ പറ്റത്തുള്ളൂ. ഈ തേജസ് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയായി കർത്താവിന്റെ വിലാവിൽ നിന്ന് ഒഴുകി വരുന്ന രക്തത്തിൽ കൂടെ ഇത് വരത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത്, കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തമാണോ ഒഴുകിയത്, വെള്ളമാണോ ഒഴുകിയത്, അതോ രക്തവും വെള്ളം ഒഴുകിയോ? രക്തവും വെള്ളം ഒഴുകി. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? എവിടെയെങ്കിലും ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിലോ പ്രമാണങ്ങളിലോ, എന്തിനേറെ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നാലോ നമ്മൾ പറയുന്നത് കുറേ രക്തം പോയെന്നേ പറയത്തുള്ളൂ, വെള്ളം പോയെന്ന് പറയുമോ? ഇല്ല. അപ്പൊ ആ വെള്ളം എന്ന് പറയുന്നത് ആ രക്തത്തിന്റെ കൂടെ, അത് രക്തമില്ലാതെ വെള്ളമില്ല, വെള്ളമില്ലാതെ രക്തമില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ ശേഷിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോൾ അതിന്റെ കൂടെ ബൈ ഡീഫോൾട്ടായിട്ട് വന്നു ചേരുന്നതാണ് ഈ വെള്ളം. ആ വെള്ളത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്.
രക്തവും വെള്ളം ഒഴുകി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അത് ചീറ്റുകയാണ് ചെയ്തത്. നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനെ കുത്തുന്ന ഒരു രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കണ്ടിട്ടുള്ളവർക്കറിയാം. പാഷൻ ഓഫ് ക്രൈസ്റ്റ്, അതിനകത്ത് ഇത് കുത്തുമ്പോൾ വെൻ ഹി വാസ് നെയിൽഡ് ആൻഡ് പിയേഴ്സ്ഡ്, ഇത് ഈ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഇതാ സംഭവിച്ചത്. ആ ചീറ്റുകയാണ് ഇത്, ചീറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സൃഷ്ടി മുഴുവനിലേക്കും വ്യാപരിക്കപ്പെട്ടു എന്നാണ്. സൃഷ്ടി മുഴുവനും സുഗന്ധപൂരിതമായി തീർന്നു. വെള്ളിയാഴ്ച പ്രമേയസതറാതിലെല്ലാം രഹസ്യ പ്രാർത്ഥനകളെല്ലാം ഈ സുഗന്ധത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് സൃഷ്ടിയിലേക്ക് വ്യാപരിക്കപ്പെട്ടപ്പോൾ സൃഷ്ടി മുഴുവനും സുഗന്ധപൂരിതമായി തീർന്നു. ആ സുഗന്ധം നമ്മുടെ ആത്മാവിൻ്റെ ആന്തരിക മൂക്കുകൊണ്ട് ആസ്വദിക്കേണ്ടതാണ്. ഈ മൂക്കുകൊണ്ട് കിട്ടത്തില്ല. ആ തേജസ് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. കാരണം ആ തേജസ് ഈ കണ്ണ് താങ്ങില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ തേജസ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തതാണോ? അല്ല. ഇത് പഴയ നിയമത്തിൽ ശലോമോനും മോശയും ആസ്വദിച്ചതിനേക്കാൾ എത്രയോ പതിൻ ഇരട്ടി ശക്തിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇത് ശക്തമായിട്ട് പ്രവഹിക്കും. അപ്പോൾ തന്നെ ശരീരത്തിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും. അനുഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകടനം ശരീരം വിവിധ രീതിയിൽ കാണിക്കും. പൗരസ്ത്യ പാരമ്പര്യത്തിൽ പിതാക്കന്മാർ അതിനെ ഏറ്റവും കൂടുതൽ ആ ഒരു അടയാളം കാണിച്ചുകൊണ്ടിരുന്നത് കണ്ണുനീരിൽ കൂടിയാണ്. അവർക്ക് കരച്ചിൽ വരുമായിരുന്നു, സന്തോഷം കൊണ്ട് കരച്ചിൽ വരുമായിരുന്നു. കരഞ്ഞ് അവർ ആനന്ദത്തിൽ നിന്ന് കരയുമായിരുന്നു. അതുവരെ അവർ കരഞ്ഞുകൊണ്ടിരുന്നത് പ്രശ്നങ്ങളെയും ആകുലതകളെയും പ്രതിസന്ധികളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേദനയോടെ കരഞ്ഞുകൊണ്ടിരുന്ന ആ കണ്ണുനീര് മാറ്റിയില്ല, മറ്റൊരു കണ്ണുനീര് കൊടുത്തു. ആ കണ്ണുനീരിൻ്റെ പേര് ആനന്ദ കണ്ണുനീരാണ്. ആ ആനന്ദ കണ്ണുനീർ നമുക്ക് വരുന്നത് തേജസ്സിൻ്റെ ഹെവിനെസ് ഉള്ളിലേക്ക് പതിക്കുമ്പോഴാണ്. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിയുമ്പോൾ കർത്താവിൻ്റെ വിലാവിൽ നിറഞ്ഞിങ്ങോട്ട് വീഴുന്ന തേജസ് നമ്മുടെ ഉള്ളിലേക്ക് പതിക്കുമ്പോൾ നമ്മൾ തേജസ്സിനെ അറിയുകയും മഹിമയുള്ളവരായി തീരുകയും ചെയ്യുന്നു. പരിശുദ്ധ ദൈവമാതാവിനോട് ദൂതൻ വന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. ആര് നിന്റെ മേൽ വരുമെന്നാണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. യോസഫിനോട് എന്താ പറഞ്ഞത്? യോസഫിനും കൊടുത്തു ദൂതനൊരു ദർശനം. ദാവീദിന്റെ പുത്രനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഉള്ളിൽ ഉണ്ടായിരുന്ന കൂടാരത്തിലേക്ക്, ശ്രദ്ധിച്ചോണം, ഉള്ളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പരിശുദ്ധ മാതാവ് ഉള്ളിലുണ്ടാക്കിയിരുന്ന കൂടാരത്തിലേക്ക് ദൈവ തേജസ് നിറയുകയും അവൾ മഹിമയുള്ളതായി തീരുകയും ചെയ്യുന്നു. ഈ മഹിമയാണ് നമ്മൾ സാക്ഷിക്കേണ്ടത്. അത് നിങ്ങളെടുത്ത് ഒരു കാര്യം എടുത്ത് 2 പത്രോസ് എടുത്തേ. 2 പത്രോസ് എടുക്കുക. 2 പത്രോസ് 1-ാം അധ്യായം എടുക്കുക. 2 പത്രോസ് 1-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2 പത്രോസ് 1-ാം അധ്യായം 16-ാം വാക്യം എന്താണ് അവിടെ പറയുന്നത്? ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ കൊണ്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. കർത്താവിൻ്റെ മഹിമ ഇത് വരണമെന്നുണ്ടെങ്കിൽ, നമ്മൾ കർത്താവിൽ മഹിമപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം കർത്താവിൻ്റെ തേജസ് നമ്മളിലേക്ക് ഇറങ്ങണം. തേജസ് ഇറങ്ങുവാൻ വേണ്ടി കൂടാരം ഉണ്ടാക്കണം. കൂടാരം ദൈവമാതാവ് തൻ്റെ ഉള്ളിലുണ്ടാക്കിയിരുന്നതുകൊണ്ട്, തനിക്കൊരു ഭവനമില്ലാതിരുന്നുകൊണ്ട് ആ കൂടാരത്തിൻ്റെ പ്രൊജക്ഷനായിട്ട് അവൾക്ക് ദേവാലയത്തിൽ താമസിക്കുന്നത് സന്തോഷമായിട്ട് തോന്നി. അതുകൊണ്ട് അവൾ കുട്ടിക്കാലം മുഴുവൻ ദേവാലയത്തിലാണ് ചെലവഴിച്ചത്. വചനം, ആരാധന, പ്രാർത്ഥന, ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ അവൾ കഴിച്ചു കൂട്ടിയതുകൊണ്ട് അവൾ മഹിമയുള്ളതായിത്തീരുന്നു. അതുകൊണ്ടാണ് അവളെ വിളിച്ചത് കൃപ നിറഞ്ഞവൾ. ആ പ്രാർത്ഥന അതിശക്തമായ പ്രാർത്ഥനയാകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? കൃപ നിറഞ്ഞ മറിയമേ എന്നൊക്കെ സമാധാനം എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ ഒരൊറ്റ വാചകം ഒഴിച്ച് ബാക്കിയുള്ള വാചകങ്ങളെല്ലാം എന്താണ്?
എന്താണ്? എന്താണ്? ശുദ്ധമുള്ള കന്യാമർത്തോറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയാണ്. അതിനു മുമ്പുള്ള വാചകങ്ങളെല്ലാം എന്താണ്? കൃപ നിറഞ്ഞ് മറിയമേ നിനക്ക് സമാധാനം. എന്താണത്? അയ്യോ, അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താണത്? ദൈവവചനമാണ്. ദൈവവചനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് ദൂതൻ മറിയാമിനോട് പറയുന്നതാണ്, അല്ലേ? ദൂതൻ മറിയാമിനോട് പറയുന്നതാണ്. എന്താണ് പറയുന്നത്? കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. ദൂതൻ പറയാന്ന് പറഞ്ഞാൽ ദൂതൻ പറയുന്നതാണോ അത് ശരിക്കും? ഞാൻ നിങ്ങൾക്കൊരു എഴുത്തയച്ചു, സുഖമാണോ, നിനക്ക് നല്ലത് വരട്ടെ എന്നൊരു എഴുത്തയച്ചു. നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നത് ആരാണ്? ആരാണ് കൊണ്ടു തന്നത്? ഞാനാണോ? ഞാൻ ദൂരെയാണ്. ആരാണ് കൊണ്ടു തന്നത്? പോസ്റ്റ്മാനാണ് കൊണ്ടു തന്നത്. ഈ ദൂതൻ ഈ പോസ്റ്റ്മാന്റെ ജോലിയേ ഉള്ളൂ. ചോദിച്ചത് ഞാനാണ്. അപ്പോൾ ദൂതനോട് ഇത് ആരാണ് പറഞ്ഞത്? പറയാൻ ദൈവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞത് ദൈവമാണെങ്കിൽ നമ്മൾ ആ വാക്കേറ്റെടുത്ത് ഉച്ചരിക്കുമ്പോൾ ദൈവവചനം നമ്മുടെ വായിൽ കൂടി നമ്മൾ വീണ്ടും റീട്രേറ്റ് ചെയ്യുകയാണ്, ആവർത്തിക്കുകയാണ്, ആവർത്തിച്ചുറപ്പിക്കുകയാണ്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോൾ. ഇതെവിടുന്ന് വന്നതാണ്? ദൂതൻ പറഞ്ഞാണോ അതോ വേറെ ആരെങ്കിലും പറഞ്ഞാണോ? ആര് പറഞ്ഞാണിത്? കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദൂതൻ പറഞ്ഞു നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഇതാര് പറഞ്ഞാണ്? അതാര് പറഞ്ഞാണ്? അത് ദൂതൻ പറഞ്ഞല്ല. പിന്നെ ആര് പറഞ്ഞാണ്? എലിസബത്ത് പറഞ്ഞാണ്, അല്ലെ? ചുരുക്കം പറഞ്ഞാൽ ഈ വചനങ്ങളെല്ലാം എലിസബത്ത് എങ്ങനെയാണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞതെന്നാൽ പരിശുദ്ധാത്മാവ് എങ്ങനെ നിറഞ്ഞു അവളിൽ? പരിശുദ്ധാത്മാവ് എങ്ങനെ നിറഞ്ഞു? എങ്ങനെ നിറഞ്ഞു? എപ്പോഴാണ് നിറഞ്ഞു? ഇത്രയും നേരം നിറയാത്തൊരു എലിസബത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അവളിൽ മാത്രമല്ല പിന്നെ ആരിൽ ഒക്കെ നിറഞ്ഞു. ആരിലൊക്കെ നിറഞ്ഞു? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോരിത്തിരിക്കണം. എന്താണ്? ആ ദൈവത്തിന്റെ അമ്മ അടുത്ത് വന്നപ്പോൾ ആരിലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു? എലിസബത്തിൽ നിറഞ്ഞു, സക്രിയയിൽ നിറഞ്ഞു, ഉള്ളിലിരിക്കുന്ന പുറത്തു വരാത്ത കുഞ്ഞും പരിശുദ്ധാത്മാവിൽ തുള്ളിച്ചാടി. കാരണം എന്താണ്? ദൈവ തേജസ് അവളിലേക്ക് ഇറങ്ങി, അവൾ മഹിമയുള്ളവളായി തീർന്നു. ദൈവ തേജസ് അവളിലേക്ക് ഇറങ്ങുവാൻ കാരണം അവളുടെ ഉള്ളിൽ അവൾ ഒരു കൂടാരം കർത്താവിന് കൊടുത്തിരുന്നു. കൂടാരമടിച്ചു. ദൈവവചനത്തിൽ അവൾ കൂടാരമടിച്ചു. അത് ദൈവവചനം കൂടാരമടിച്ചു കഴിഞ്ഞാൽ അത് എന്ത് കാര്യം അത് ആഗ്രഹിച്ചുവോ അത് നിവൃത്തിയാക്കിയിട്ടേ അത് പോകത്തുള്ളൂ. ദൈവവചനത്തിന് അങ്ങനെ ഗുണമുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ദൈവവചനമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറും. എടുക്കാമോ? യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം എന്നെടുത്ത് 55. യെശയ്യാവിന്റെ പുസ്തകം 55. ദൈവവചനം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നിവർത്തിച്ചിട്ടേ അവിടെ നിന്ന് പോവുകയുള്ളൂ. അതുകൊണ്ട് അത് അന്വേഷിക്കണം. എപ്രകാരമാണ്? ഇവിടെ പറയുകയാണ്, യഹോവേ കണ്ടെത്താകുന്ന. നിങ്ങൾക്ക് 6-ാം അധ്യായം തൊട്ട് വായിക്കാമോ? നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ വായിച്ചോളാം. യഹോവേ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുകയും. അടുത്തിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് അടുത്തിരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മളുടെ കൂടെ നമ്മളുടെ സഹോദരങ്ങളും അപ്പനും അടുത്തിരിക്കുന്ന എപ്പോഴാണ്? വീട്ടിലാണ്. കൂടാരം അടിച്ചിരിക്കുകയാണ്. അതായത് കർത്താവിന്റെ തേജസ്സിൽ കൂടാരം അടിച്ചിരിക്കുമ്പോൾ നമുക്ക് അവനെ വളരെ എളുപ്പം വിളിച്ചപേക്ഷിക്കാം. നമുക്ക് ആ കോണ്ടാക്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിയൻ എന്ന് പറയും. എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിയൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയം. കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? സഹവാസം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും. ഇതിനാണ് കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. അത് കൂടാരത്തിലേക്കിട്ടു. ഈ കമ്മ്യൂണിയൻ ആൻഡ് സംബന്ധം എന്നുള്ളത്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സംബന്ധം എന്നുള്ളത്
തിരുശരീര രക്തങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദേവാലയത്തിൽ തിരുശരീര രക്തങ്ങളോട് വന്ന് പങ്കാളികളാണോ എന്ന് പറയുന്നത്. അപ്പോൾ താഴോട്ടുള്ള വചനം കൂടെ വായിക്കുകയാണ്, 7-ാം വാക്യം. ദുഷ്ടൻ തൻ്റെ വഴിയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. എന്തിനാണ് ഈ വചനം നമ്മുടെ ഉള്ളിൽ നിവൃത്തിയാണെങ്കിൽ ഈ ദുഷ്ടത്തരമൊക്കെ ആദ്യം മാറണം. ഇത് മാറണം. തിന്മ, അശുദ്ധി, ദുഷ്കാമം, ദ്വന്ദ്വപക്ഷം, അസൂയ, കുല, വ്യഭിചാരം, ജാരശങ്ക, കാമം, ഇതെല്ലാം നമ്മളിൽ നിന്ന് മാറണം. ഇതൊന്നും നമ്മളായിക്കൊണ്ട് മാറ്റാൻ ശ്രമിച്ചാൽ ഒന്നും മാറത്തില്ല. ഇതിനും ആര് വേണം? പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം. അതിനാണ് കർത്താവ് കാൽവറിയിലേക്ക് കയറിയത്, നമ്മളെ വിശുദ്ധിയാക്കുവാൻ വേണ്ടിയാണ്. അവൻ്റെ വിശുദ്ധി നമ്മൾ പ്രാപിക്കേണ്ടതിനാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിലുണ്ട്, അവൻ നമ്മെ ശിക്ഷിച്ചു വരുന്നത് അവൻ്റെ വിശുദ്ധി നമ്മൾ പ്രാപിക്കേണ്ടതിനാണ്. ഈ വിശുദ്ധ ജീവിതം, ഞാനതാണ് ആദ്യം പറഞ്ഞത്, വളരെ പ്രയാസമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ വളരെ പ്രയാസമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിൽ. പക്ഷെ അത് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ്, അതും കൊണ്ടുകൂടെയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇനിയുള്ള കാലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു കാര്യം പോലും നിങ്ങൾക്ക് സീക്രട്ടായിട്ട് വയ്ക്കാൻ പറ്റത്തില്ല, പിടിക്കപ്പെടും. കള്ളത്തരം ഇനി നടക്കില്ല, പൊളിറ്റിക്സിലും നടക്കില്ല, സ്പിരിച്വാലിറ്റിയിലും നടക്കില്ല. ഇത് ദൈവം ക്ലെൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ട്രൂ സ്പിരിച്വാലിറ്റി, സത്യമുള്ളവൻ നിലനിൽക്കും, അല്ലാത്തവനെ എല്ലാം ദൈവം എടുത്തു കളയും. ഇനിയും അങ്ങനെയാണ് കാലഘട്ടം. നിങ്ങൾ വെളിപാട് പുസ്തകം നന്നായിട്ട് വായിച്ചു നോക്കിയാൽ ഇതിനെ ആത്മീകമായിട്ട് അതിനെ കണ്ടാൽ, ഇപ്പോൾ കുതിര വരുന്നു, കഴുത വരുന്നു, മഞ്ഞക്കുതിര വരുന്നു, ചുവക്കുതിര വരുന്നു എന്നുള്ളത് നിങ്ങൾ ആ രീതിയിലല്ല ഇതിനെയൊന്നും കാണേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ വളരെ സമർത്ഥമായിട്ട് യോഹന്നാൻ ശ്ലീഹ മുൻകൂട്ടി കണ്ട് വ്യാഖ്യാനിച്ചതുപോലെ എഴുതിയിട്ടുണ്ട്. തിന്മ പെട്ടവൻ ഇനി തിന്മ ചെയ്തുകൊണ്ടേയിരിക്കും, അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ. അങ്ങനെ ഒരു കാലഘട്ടമാണ്. ദൈവം സകലതിനെയും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കപടത ദൈവമക്കൾ കാണിക്കാമെന്ന് വിചാരിക്കേണ്ട, പിടിക്കപ്പെടും. അല്ലെങ്കിൽ അതിനുള്ള രീതിയിൽ നമ്മൾ തീച്ചൂളയിൽ കയറേണ്ടി വരും. ഒരു കാര്യം ദൈവമക്കളെ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മനസ്സിൽ വന്നുകൊണ്ട് ഞാനിങ്ങ് പറയുകയാണ്. നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, ദുരിതങ്ങൾ, വിഷമങ്ങളല്ല, ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പാപം ഉണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? അപ്പോൾ നമ്മൾ വിചാരിക്കും കർത്താവ് കാൽവറിയിലേക്ക് കയറി പാപങ്ങളെല്ലാം മോചിച്ചു തന്നിട്ടുണ്ട്. ഉണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു തിന്മ ചെയ്താൽ, ഒരാളെ ദ്രോഹിച്ചു, അല്ലെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തോട് അശുദ്ധി ചെയ്തു, അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പാക്കേജ് ഉണ്ട്. അതിങ്ങി പോരും, നമ്മളറിയില്ല. ശരീരം തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ശരീരം തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ശരീരത്തിന് പാപം ചെയ്യുവാൻ ഇഷ്ടമാണ്. അത് നമ്മൾ അറിയണം, മുന്നമേ ഇത് അറിഞ്ഞിരിക്കണം. ഇത് പരിശുദ്ധാത്മാവ് നേരത്തെ നമുക്ക് ആ ഇൻഡിക്കേഷൻ തരികയും ചെയ്യും. അല്ലേ? നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വഴി ഏതാകുന്നു എന്നൊരു ശബ്ദം പിന്നിൽ നിന്ന് കേൾക്കും. അത് ഉള്ളിലെ ചെവി കൊണ്ട് കേൾക്കണം. ശമൂവേൽ ബാലൻ കേട്ട പോലെ. ശമൂവേൽ ബാലൻ കേട്ടില്ലേ? ഒരു വിളി കേട്ടു. എന്താണ് കേട്ടത്? ശമൂവേലേ, ശമൂവേലേ, ഒറ്റ വിളി. ശമൂവേലിന് ആദ്യം പിടികിട്ടിയില്ല, കൊച്ചേർക്കനല്ലേ. ദൈവശബ്ദം ഏതാണോ, ഏലിയുടെ ശബ്ദമാണോ, ഒന്നും മനസ്സിലായില്ല. അപ്പച്ചൻ്റെ അടുത്തേക്ക് ഓടിച്ചു. അപ്പച്ചൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അപ്പച്ച എന്നെ വിളിച്ചോന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, ഞാനിങ്ങ് വിളിച്ചില്ല, പോയി കിടക്കടാന്ന് പറഞ്ഞു. രണ്ടാമതും വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. ഈ അപ്പച്ചൻ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അപ്പച്ചൻ്റെ അടുക്ക് ഓടി ചെന്ന്, അപ്പച്ച എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം അപ്പച്ച. ഞാനിങ്ങ് വിളിച്ചിട്ടില്ലടാ കൊച്ചിനെ, പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണോ? ചുമ്മാ ഒന്നാതെ വയ്യാതിരിക്കുകയാണ്. വീണ്ടും വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. വീണ്ടും അപ്പച്ചൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇപ്പോൾ അപ്പച്ചന് കാര്യം പിടികിട്ടി. അപ്പച്ചൻ എങ്ങനെ കാര്യം പിടികിട്ടി? അത് പറയാമോ? അതാ ഈ കടന്ന് വായിക്കണമെന്ന് പറയുന്നത്. അപ്പച്ചൻ എങ്ങനെ കാര്യം പിടികിട്ടി?
എങ്ങനെ പിടികിട്ടി? എങ്ങനെ പിടികിട്ടി? ഞാനൊരു സ്ഥലത്ത് ചെന്ന് ഭക്ഷണം കഴിക്കാൻ ചെന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക്. ഞാനിങ്ങനെ അവിടുത്തെ കുക്ക് ഒരു അരമനയിലാണ്. അവിടുത്തെ കുക്ക് നന്നായിട്ട് ഭക്ഷണം വയ്ക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. യാത്ര ചെയ്തിട്ട് അവിടെ ചെന്ന് കയറിയതാണ്. അയാൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളെന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. കഴിക്കുവാണേലും ഫോൺ എടുത്തു. നിങ്ങളങ്ങനെ എടുക്കണ്ട കേട്ടോ. ഞാനിനി വേറൊരു ശീലം പഠിപ്പിച്ചെന്ന് പറഞ്ഞു. ഞാനങ്ങ് എടുത്തു എന്തുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കാം, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അരമനയിലാണോ എന്ന് ചോദിച്ചു. ഞാൻ ഏത് അരമനയാണെന്ന് പറയുന്നില്ല. ഇനി എല്ലാവരും കൂടി ഇനി ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോയി കളയും. അതുകൊണ്ട് അത് പറയുന്നില്ല. ഞാൻ അരമനയിലാണ്, ഇന്ന അരമനയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങോട്ട്, നല്ല രുചിയുള്ള ഭക്ഷണമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണ്. അതയാൾക്ക് എങ്ങനെ മനസ്സിലായി? അതാ എൻ്റെ ചോദ്യം. അയാൾക്ക് എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? എന്താ എന്ന് ഉറച്ചു പറയും. ആരെങ്കിലും, നിങ്ങളെല്ലാം ഉത്തരവും പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരാളുടെ വായിൽ നിന്ന് കൃത്യമായിട്ടൊരു ഉത്തരം കേൾക്കാനൊരു ആഗ്രഹം എന്തായിരിക്കും കാരണം? അത് തന്നെ, ഇയാൾ ഇവിടെ വന്ന് ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും പറഞ്ഞേ, ഏലിക്ക് എങ്ങനെ മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന്? ഏലി നേരത്തെ കേട്ടിട്ടുണ്ട്. പുരോഹിതൻ ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തിന് അറിയിച്ചു കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധ്യം ഞാനടക്കമുള്ള ഇന്നത്തെ പുരോഹിതന്മാർ മറന്നു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പിശാച് ഏറ്റവും കൂടുതൽ അവൻ അമ്പെയ്ത് വെച്ചിരിക്കുന്നത് സഭയും പുരോഹിതന്മാരെയുമാണ്. എന്തുകൊണ്ടെന്നാൽ പുരോഹിതൻ വീണാൽ ആളുകൾ വീഴുമെന്ന് അവനറിയാം. അതുകൊണ്ട് പുരോഹിതന്മാർ എത്രയും ശക്തമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടേയിരുന്നില്ലെങ്കിൽ, എത്ര ശക്തമായി ആശ്രയിച്ചിരിക്കുന്നവനെ പോലും ഒരു നൊടിയിടയ്ക്കുള്ളിൽ വീഴിക്കുവാൻ അവൻ മൂർച്ചയേറിയ അസ്ത്രങ്ങളുമായിട്ട് കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഒരു സാധാരണ ജനങ്ങളെക്കാൾ, അതായത് ഒൽമോയോ അൽമായർ, ഒൽമോയോ എന്ന് പറയുന്ന ഒരു അഭിഷേക വർഗമാണ് കേട്ടോ. അല്ലാതെ ഈ അൽമോയോ എന്ന് പറയുന്നത് മാറ്റി നിർത്താനുള്ള ഒരു പദപ്രയോഗമല്ല. ഒൽമോയോ എന്ന് പറയുന്നത് ആദ്യത്തെ പട്ടം കുടയാണ്. 6 പട്ടം കുടയുള്ളിൽ ഒന്നാമത്തെ പട്ടം കുട ഒൽമോയോ. മാമോദിസ മുക്കുന്നതോടുകൂടി നിങ്ങൾ ഒൽമോയോ അഭിഷേകത്തിലേക്ക് വരുന്നു. അതാണ് അൽമായക്കാർ. അല്ലാതെ പുരോഹിതന്മാരെ, അൽമായക്കാരെ വേർതിരിച്ച് കാണിക്കുവാനുള്ള ഒരു പദപ്രയോഗമല്ലത്. ഒൽമോയോ ഞാൻ പറയാമെന്നത് ഇതാണ്, ഒൽമോയോക്കാരേക്കാൾ അഭിഷിക്തരായിരിക്കണം, അല്ലെങ്കിൽ തേജസ് ഉള്ളവരായിരിക്കണം. ഇനി ആ വാക്കെടുക്കാം, തേജസ് ഉള്ളവരായിരിക്കണം ഷമ്മാശനേക്കാൾ ആത്മീയ തേജസ് ആർക്ക് വേണം? അച്ഛന് വേണം. അച്ഛനേക്കാൾ ആത്മീയ തേജസ്സും പ്രഭയും ആർക്ക് വേണം? ഒരു റംബാന് വേണം. റംബാനേക്കാൾ ആത്മീയ തേജസ്സും ദൈവിക ജ്ഞാനവും അറിവും ആർക്ക് വേണം? മെത്രാച്ചൻ വേണം. മെത്രാച്ചനേക്കാൾ തേജസ് ആർക്കുണ്ടായിരിക്കണം? ബാവായിക്കുണ്ടായിരിക്കണം. ഇന്നിതെല്ലാം നേരെ തിരിഞ്ഞുപോയി. എന്നെ ഇപ്പോൾ ഒരു കൊച്ചി ചെറുക്കം വരെ വന്ന് പഠിപ്പിക്കും, അച്ഛനാ കാണിച്ചത് ചെയ്ത് ശരിയല്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിച്ചപ്പം ശരിയാണല്ലോ. കൊച്ചു പിള്ളേർ വരെ ശ്രദ്ധിക്കുകയാണ്, അച്ഛൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, തെറ്റായിപ്പോയി. ഞാൻ അവനെ ഉപദേശിക്കേണ്ട കാര്യമാണ് അവൻ എന്നെ ഉപദേശിക്കുന്നത്. ഇതാണ് ഇന്നത്തെ അവസ്ഥ അല്ലേ? മഹിമകളെ ദുഷിക്കുന്ന കാലം കൂടെയാണ്. യൂദായ്ക്ക് എഴുതിയ ലേഖനം, അങ്ങനെ ഒരു ലേഖനമുണ്ട്, അറിയാമോ? എവിടെ ഈ തപ്പുന്നേ? അങ്ങോട്ട് പോ. എവിടെ? വെളിപാടിന് തൊട്ട് മുമ്പ്, കണ്ടുപിടിക്കാൻ പാടാ, ഒറ്റ അധ്യായമേ ഉള്ളൂ. യൂദായ്ക്ക് എഴുതിയതല്ല, യൂദ എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കാമോ? അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനൊരു കാലഘട്ടമാണിത്. അതായത് പൗരോഹിത്യ വൃന്ദത്തെ
ദുഷിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിനുവേണ്ടി ഒരു വൃന്ദം തയ്യാറായി എപ്പോഴും നിൽപ്പുണ്ട്. ഇത് വലിയ കാര്യമാണെന്നാണ് വിചാരം. മഹിമകളെ ദുഷിക്കുവാൻ വേണ്ടി പിശാച് ഒരു ഏജൻസിയെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്താണ്. അതുകൊണ്ട് പുരോഹിതന്മാർ അത് വളരെ വളരെ സൂക്ഷ്മതയോടെ വിശുദ്ധിയോടുകൂടി, നമ്മൾ വിശുദ്ധി ആഗ്രഹിച്ചാൽ മതി. പുരോഹിതന്മാർ മാത്രമല്ല, ജനം മുഴുവൻ. നമ്മൾ എന്താണ് ഇപ്പം യഥാർത്ഥമായിട്ട് തമ്പുരാന്റെ സന്നിധിയിൽ ആഗ്രഹിക്കേണ്ടത്? വിശുദ്ധ ജീവിതം. വിശുദ്ധി നിങ്ങൾക്കറിയാമോ? വിശുദ്ധ ജീവിതം നമ്മൾ പ്രാപിക്കും തോറും നമ്മുടെ ശരീരത്തിനകത്തോട്ടൊരു ഒരു തേജസ് കയറി വരും. അത് നമുക്ക് അറിയാൻ പറ്റും. ശരീരത്തിനകത്ത് തേജസ് കയറി വരും തോറും നിങ്ങളുടെ അസുഖങ്ങൾ ബൈ ഡീഫോൾട്ട് ഹീൽഡ് ആവും. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം. പക്ഷേ വിശുദ്ധി വേണം. ബൈ ഡീഫോൾട്ട് നിങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ സൗഖ്യപ്പെട്ടിട്ടുള്ള അനേകരെ എനിക്കറിയാം. ഒന്നും ചെയ്തില്ല, ഒരു മരുന്നും ചെയ്തില്ല, തന്നെ സൗഖ്യമാകുക. എന്താണ്? അകത്ത് തേജസ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമ്പോൾ ഈ തേജസ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അത് നമ്മുടെ ദേഹി ആദ്യം എന്ത് ചെയ്യുന്നതെന്നറിയാമോ? തേജസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരിടത്ത് നിൽക്കുന്നതല്ല, സ്പ്രെഡ് ചെയ്യുന്ന സാധനമാണ്. നമ്മുടെ ആത്മാവിലേക്ക് ഒരു കൂടാരം നമ്മൾ ഒരുക്കിയാൽ ആ കൂടാരത്തിൽ നിന്നത് സ്പ്രെഡ് ചെയ്യുന്നത്, പിതാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ അർത്ഥം എത്രമാത്രം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ദേഹിയിലേക്ക് വ്യാപിക്കും. എന്തിലേക്ക്? ദേഹി. ആ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആ വാക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുവാണ് ഈ ദേഹി? എവിടെയാണ് ഇരിക്കുന്നത് ഇത്? ദേഹി. അതായത് നിങ്ങൾക്ക് പറഞ്ഞാൽ ഏകദേശമൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഹൃദയ ബോധ വിചാര മണ്ഡലത്തെയാണ് ദേഹി എന്ന് പറയുന്നത്. എന്നാലും അത് അത്ര എളുപ്പം മനസ്സിലാക്കാവുന്ന സാധനമല്ല. അതായത് ദേഹി എന്ന് പറയുന്നത് ഈ നമ്മുടെ ദേഹി, ഇൻഡിവിജ്വൽ ദേഹി എന്ന് പറയുന്നത് സൃഷ്ടി മുഴുവൻ വ്യാപരിച്ച് കിടക്കുന്നതാണ്. അങ്ങനൊന്നും പറഞ്ഞ് നിങ്ങളെ കോംപ്ലിക്കേറ്റ് ആകുന്നില്ല. നിങ്ങൾ അല്പം ആശ്വാസത്തിന് വേണ്ടി വന്നതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ആക്കണ്ട. തൽക്കാലം നമ്മുടെ മനസ്സ്, ഹൃദയബോധ വിചാരങ്ങൾ. കുർബാനയിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്. എപ്പോഴാണ് പറയുന്നത്? നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന മശിഹ തമ്പുരാനിൽ ആയിരിക്കണം. സ്പെസിഫിക് ആണ്. എവിടെ ആയിരിക്കണം? പിതാവിലല്ല, പരിശുദ്ധാത്മാവിലല്ല, കർത്താവിൽ. കാരണം ഈ കർത്താവിന് അവകാശപ്പെട്ട മണ്ഡലമാണ് ദേഹിയുടെ മണ്ഡലം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു കേട്ടോളൂ, അതുകൊണ്ട് തന്നെ ഈ ദേഹിയുടെ മണ്ഡലത്തെ ആണ് പിശാച് ലക്ഷ്യം വയ്ക്കുന്നത്. ദേഹിയുടെ മണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ ദൈവത്തിൽ നിന്ന് അകത്തിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. പിന്നെ ശരീരം ആ വഴിക്ക് പൊക്കോളും. അപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. വചനം അവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വേണ്ടത് ചെയ്തുകൊള്ളും. അതുകൊണ്ടാണ് 55-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് പറയുന്നുണ്ട്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾക്കും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾക്കും അകന്നിരിക്കുന്നു. മഴയും മഞ്ഞും, ആ വചനമാണ് കേൾക്കേണ്ടത്. 10-ാം വാക്യം യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 10-ാം വാക്യം. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വചനവുമാകും. അതായത് മഴയും മഞ്ഞും ഒക്കെ ആകാശത്ത് നിന്ന് പെയ്ത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും നനച്ച് ഫലവത്താക്കി വിളയിക്കും. അതുപോലെ എൻ്റെ വചനമാണ്. അത് വന്നു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അതുപോലെ ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വചനത്താൽ ഒരു കൂടാരം ഹൃദയത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അവിടെ തേജസ് ഇറങ്ങിയിട്ട് ആ തേജസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് സൗഖ്യം വ്യാപിക്കുകയും അങ്ങനെ ശരീരം മഹിമപ്പെടുകയും ചെയ്യും. മാതാവ് മഹിമയുള്ളവളായി തീർന്നത് അങ്ങനെയാണ്. കർത്താവിൻ്റെ തേജസ്സിൽ നിന്നാണ് ഈ മഹിമ പ്രാപിച്ചത്. അതുകൊണ്ട് മാതാവ് ചെല്ലുന്നിടത്തെല്ലാം ഇത് സ്പ്രെഡ് ചെയ്യുകയാണ്. ഞാൻ ആദ്യം ഒരു വചനം പറഞ്ഞിരുന്നു. എന്താണ്?
ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാരോ അവനാകുന്നു എൻ്റെ സഹോദരനും എൻ്റെ സഹോദരി എൻ്റെ മാതാവ്. അപ്പോൾ മാതാവിൻ്റെ സ്ഥാനം ഏകദേശമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഏകദേശം നല്ല തന്നിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം മാതാവിൻ്റെ ആ ആ ആ ഓർഡറിൻ്റെ നിലവാരത്തിലാണെന്നല്ല. കാരണം ഇതിനൊരു തേജസ്സിനൊരു നിലവാരങ്ങളിൽ വ്യത്യാസമുണ്ട്. സൂര്യൻ്റെ തേജസ് വേറെ കേട്ടിട്ടുണ്ടോ? ചന്ദ്രൻ്റെ തേജസ് വേറെ കേട്ടിട്ടുണ്ടോ? മനുഷ്യരുടെ തേജസ് വേറെ കേട്ടിട്ടുണ്ടോ? നക്ഷത്രങ്ങളുടെ തേജസ് വേറെ കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധന്മാരുടെ തേജസ് വേറെ, നമ്മളുടെ തേജസ് വേറെ, സഹദേന്മാരുടെ തേജസ് വേറെ, മാതാവിൻ്റെ തേജസ് വേറെ. അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ആ അമ്മയുടെ ഒരു കൂട്ടാളിയായി നിങ്ങളെയും ഞാൻ കാണുമെന്നാണ് കർത്താവ് പറയുന്നത്. അച്ഛൻ ആദ്യ ഇൻട്രഡക്ഷൻ പറഞ്ഞു മാതാവില്ലായിരുന്നുവെങ്കിൽ കർത്താവില്ലായിരുന്നു. സത്യമാണ്. അത്താനാസ്യോസ് പിതാവ് പറഞ്ഞിട്ടുണ്ട്, തൃത്വം മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. എന്താണ് തൃത്വം? പരിശുദ്ധ ദൈവമാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു? ദൈവം ആർക്കെങ്കിലും കടക്കാരനാണോ? അല്ല. പക്ഷേ പിതാക്കന്മാർ പറയുകയാണ് തൃത്വം മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഹൗവ കുറ്റം ചെയ്ത അന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അന്ന് മുതൽ ദൈവം ഒരു സ്ത്രീയെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തത്തില്ല. തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് സ്വാതന്ത്ര്യത്തിൽ കൈകടത്തത്തില്ല. നമ്മുടെ ചോയ്സാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇന്നലെ ഒരാൾ എന്നോട് അങ്ങനെ ചോദിച്ചു. അതുകൊണ്ടാണ് ശലോമോൻ നശിച്ചു പോയത്. അത് ശലോമോൻ എടുത്ത ചോയ്സാണ്. ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. നമ്മളെടുക്കുന്ന ചോയ്സിലാണ് നമ്മുടെ നാശവും നമ്മുടെ ഉയർച്ചയും ഒക്കെ സംഭവിക്കുന്നത്. കർത്താവിനോട് ചേർന്ന് നിന്നാൽ അവൻ നമ്മളെ ഉയർത്തും. തക്ക സമയത്തെ നടക്കത്തുള്ളൂ. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലുണ്ട് ഇട്ടുകൊള്ളുവീൻ, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും എന്നാണ് പത്രോസ്ലിയ ലേഖനത്തിൽ പത്രോസ്ലിയ പറയുന്നുണ്ട് അല്ലേ? ആ ദൈവത്തിൻ്റെ കരങ്ങൾ അവൻ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. പക്ഷെ ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൻ ആരാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. തേജസ് കൊണ്ട് നിറഞ്ഞവൻ, കൃപയും തേജസ്സും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുമ്പോൾ നമ്മൾ തേജസ് എടുത്തിട്ട് പരിശുദ്ധ മാതാവിനെ പോലെ, മാതാവ് ചെല്ലുന്നിടത്തെല്ലാം ഈ തേജസ് സ്പ്രെഡ് ചെയ്യും. നമ്മൾ ചെല്ലുന്നിടത്തോ പരിശുദ്ധാത്മാവിൻ്റെ എനർജിയാണോ സ്പ്രെഡ് ചെയ്യുന്നത്? നമ്മളത് ചിന്തിക്കണം കേട്ടോ. അശുദ്ധാത്മാവിൻ്റെ എനർജിയാണോ സ്പ്രെഡ് ചെയ്യുന്നത്? രണ്ടുപേര് തമ്മിൽ കാണുമോ? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്തെല്ലാം കാര്യങ്ങൾ പറയും. എമ്മോസിലേക്കുള്ള യാത്രാമധ്യേ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. എന്ത് സംസാരിച്ചുകൊണ്ടിരുന്നു? കർത്താവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു, യേശുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ എപ്പോഴെപ്പോൾ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യമുണ്ട്. വീടുകളിൽ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്കൊന്നും കർത്താവിലെ വിശ്വാസം അങ്ങോട്ട് ഉറയ്ക്കാത്തത്? യേശുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? യേശുവിനെ ഇഷ്ടമല്ലാത്ത ആർക്കാണ്? മുസ്ലിം സഹോദരങ്ങൾക്ക് ഇഷ്ടമാണ്, ഹൈന്ദവ ഭക്തന്മാർക്ക് ഇഷ്ടമാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇവരെല്ലാം വെച്ചിരിക്കുന്ന ഒരു തലത്തിൽ മാത്രമേ നമ്മുടെ തലമുറ പോലും ഇപ്പോൾ വയ്ക്കുന്നുള്ളൂ. ഏത് തലമാണെന്നറിയാമോ? നല്ലൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു എൻലൈറ്റൻഡ് ഫിഗർ. എൻലൈറ്റൻഡാണ് ശ്രീബുദ്ധനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അവതാരങ്ങളെ പോലെയുള്ള ഒരു ആധ്യാത്മിക ഔന്നത്യമുള്ള ഒരാൾ. അതല്ല നമ്മുടെ കർത്താവ്. അവൻ തന്നെ എന്താകുന്നു? ഡാഷും ഡാഷും ഡാഷുമാകുന്നു. എന്തൊക്കെയാണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നിങ്ങൾക്കറിയാമോ എവിടെയെല്ലാം വേദോത്സവത്തിൽ ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളോ അവിടെയെല്ലാം ഞാൻ ദൈവമാകുന്നു എന്നാണ് പറഞ്ഞത്. എവിടെല്ലാമാണ് ഞാനാകുന്നു എന്ന് പറഞ്ഞത്? എവിടെല്ലാമാണ്? ഒന്ന് രണ്ട് സന്ദർഭം പറയാമോ? ഒന്ന് രണ്ട് സന്ദർഭം ഞാനാകുന്നു. ശിഷ്യന്മാര് പടകിലിങ്ങനെ മീൻ പിടിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തിനോ കടലിലേക്ക് പോയി. കർത്താവ് ആ സമയത്ത് അവരെ പടയിൽ കയറ്റി വിട്ടിട്ട് ദൂരെ മാറി പ്രാർത്ഥിക്കാൻ പോയി.
രാത്രിയായപ്പോൾ കർത്താവിന് തോന്നി, എന്നാൽ ഇമാരുടെ അടുത്തോട്ട് ചെന്നേക്കാം. കടലിൽ മീതെ നടന്ന് അടുത്തേക്ക് ചെന്നപ്പോൾ ശിഷ്യന്മാർ കണ്ട് ഭയന്നുപോയി. ഇതേതാണ്ട് ഭൂതം വരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, ഇതേ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ പഠിപ്പിക്കുന്ന ആള് യേശുവാണ് എന്നല്ല പറഞ്ഞത്. പിന്നെന്താണ് പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞു തന്നെ. എന്താണ്? ഞാനാകുന്നു, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഫിയർ, ഐ ആം യുവർ ഗോഡ്, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് സമാധാനമായി. ഇതേ വാക്ക് വേറെടുത്ത് പറഞ്ഞപ്പോൾ ചിലര് പടച്ചുകൂട്ടി താഴെ വീണു. എപ്പോഴാണെന്നറിയാമോ? അവിടെയും ഇതുപോലെ തേജസ് വെളിയിലോട്ട് ചാടിപ്പോയി കർത്താവ് പോലും അറിയാതെ. ഇതാണ് തേജസ്സിന്റെ ഒരു പ്രശ്നം. കർത്താവ് പോലും അറിയാതെ കർത്താവിന്റെ ഉള്ളിലെ തേജസ് കപ്പനേന്ന് പുറത്ത് ചാടി. എവിടെയാണെന്ന് അറിയാമോ? അപ്പോഴത്തേക്ക് കുറെ എണ്ണം ചടച്ചു പിടച്ച് താഴെ വീണു. എവിടെയാണെന്ന് അറിയാമോ? ഒറ്റ സുവിശേഷത്തിലെ ആ കാര്യം പറയുന്നുള്ളൂ. സൂക്ഷ്മതയോടെ വായിച്ചാലേ അത് ദൈവത്തിന്റെ തേജസ്സാണെന്ന് മനസ്സിലാകത്തുള്ളൂ. എവിടെയാണ്? യോഹന്നാന്റെ സുവിശേഷം എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന് മാത്രം വെളിവായിട്ടുള്ള ചില രഹസ്യമർമ്മങ്ങളാണത്. യോഹന്നാന് മാത്രം രഹസ്യമർമ്മങ്ങൾ വെളിവാക്കുവാൻ കാര്യം എന്താണെന്നറിയാമോ? കൂടാരത്തോട് ചേർന്ന് നിന്നു. ഏത് കൂടാരത്തോട്? കർത്താവിൻ്റെ നെഞ്ചാകുന്ന കൂടാരത്തോട് അവൻ എപ്പോഴും ചേർന്ന് നിന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 5-ാം വാക്യം 4 തൊട്ട് വായിക്കാം. യേശു തമ്പുരാൻ തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 4-ാം വാക്യം. യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞു പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു? ആരോട് ചോദിക്കുന്ന? പടയാളികൾ വന്നിരിക്കുകയാണ്. തീപട്ടികളും പന്തങ്ങളുമായിട്ട് രാത്രിയിൽ നസറാനായ യേശു ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് യൂദായുടെ നിഴലിൻ്റെ മറവിൽ യേശുവിനെ അന്വേഷിക്കാനായിട്ട് വന്നപ്പോൾ യേശു തമ്പുരാൻ ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? നസറാനായ യേശുവിനെ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, അത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വചനം വായിച്ചേ. 6-ാം വാക്യം 6-ാം വാക്യം വായിക്കും. ഞാൻ തന്നെ എന്നവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. പിടിക്കാൻ വന്നവർ ഷോക്കടിച്ച പോലെ ചടച്ചുകൂട്ടി താഴെ പോയി. പെട്ടെന്ന് കർത്താവിന് ബോധമൊന്നും ഞാൻ പറയില്ല. കർത്താവ് പെട്ടെന്ന് ആ തേജസ്സിനെ ഉൾവലിച്ച് അകത്തേക്ക് കയറ്റി. താൻ മനുഷ്യപുത്രനായി മാത്രം നിലകൊണ്ടു. ദൈവപുത്രൻ പെട്ടെന്ന് വെളിച്ചാടി. 2 ഘടകങ്ങളാണ് കർത്താവിലിരിക്കുന്നത്: ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. പിതാക്കന്മാർ പറയുന്നത്, മോശ തേജസ് സ്വീകരിച്ച ശേഷം, ശ്രദ്ധിച്ച് കേട്ടണം, ഒരു മർമ്മം പറയുമ്പോൾ ഉറങ്ങരുത്, പഠിക്കേണ്ടിയവർക്ക് പഠിക്കാം. മോശ ദൈവത്തിൻ്റെ തേജസ് സ്വീകരിച്ച ശേഷം ഇസ്രായേൽ മക്കളെ കാണുവാനായിട്ട് പോയപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് നിറഞ്ഞതുകൊണ്ട് മോശ എന്ത് ചെയ്തു? ഒരു മൂടുപടം ഇട്ടു. മോശ എപ്പോഴൊക്കെ ദൈവത്തോട് സംസാരിച്ചിട്ട് ജനത്തോട് സംസാരിക്കുമ്പോഴും മൂടുപടം ഇടും. അതുകൊണ്ടാണ് ഈ തിരുമേനിമാരെ വിശുദ്ധ കുർബാന വരുമ്പോൾ തിരിഞ്ഞു വരുമ്പോൾ ഈ സാധനം എടുത്ത് ഇടുന്ന കണ്ടിട്ടുണ്ടോ? എപ്പോഴും ഇടത്തില്ല. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇനി ശ്രദ്ധിച്ചോളൂ, പിതാക്കന്മാരുടെ മറ്റൊരു നല്ല വ്യാഖ്യാനം. കർത്താവിൻ്റെ തേജസ് അവൻ ഉള്ളിലാക്കി വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ശരീരം ആ തേജസ് മൂടുപടമായിട്ട് വെച്ചിരുന്നു. അതായത് ഈ ജഡമായി അവതരിച്ച അവൻ്റെ ശരീരം ഈ തേജസ്സിൻ്റെ മൂടുപടമായിരുന്നു എന്ന്. അപ്പം അതിനുള്ളിലാക്കി, എന്നിട്ട് ഒതുക്കി വെച്ചിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ഈ
രക്ഷാ പീഠ ആര് പദ്ധതിയിട്ടതാണ്? യഹൂദന്മാരാണോ പ്ലാൻ ചെയ്തത്? കർത്താവാണോ പ്ലാൻ ചെയ്തത്? കർത്താവിൻ്റെ രക്ഷാപദ്ധതി മുഴുവൻ കർത്താവ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുരിശിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറയുന്നത്. നിരാശയുടെ വക്കിൽ നിന്നുകൊണ്ട് നിലവിളിച്ച് പിതാവാം ദൈവത്തോട് അപേക്ഷിക്കുന്നതല്ലത്. പിതാവാം ദൈവം യേശുവമ്പരനെ കൈവിട്ടുവെങ്കിൽ അവിടെ തിയോളജി മുഴുവൻ പൊളിഞ്ഞു. എന്ത് പൊളിഞ്ഞു? തൃത്വം പൊളിഞ്ഞു. പിതാവൊന്നും കർത്താവിനെ കൈവിട്ടിട്ടില്ല, ആരും കൈവിട്ടിട്ടില്ല. അവിടെ എന്താണ് കർത്താവ് അത് പറഞ്ഞതിൻ്റെ അർത്ഥം? കർത്താവ് 22-ാം സങ്കീർത്തനം ഉച്ചരിക്കുന്നതാണ്. യഹൂദന്മാർക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം. അവരുടെ എല്ലാ അവസ്ഥകളിലും അവർ സങ്കീർത്തനം ചൊല്ലും. നിങ്ങൾക്ക് ഒരു സീരീസ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. പലരും കണ്ടിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ അറിയാം, പ്രായമുള്ളവർക്കൊന്നും അത് ആക്സസ് ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും. അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇത് ചോസൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഈ ചോസൻ ഇതൊന്നുമല്ല നമ്മൾ കാണുന്ന വേറെ സീരീസൊക്കെ ഇല്ലേ. അതിനകത്ത് ശിഷ്യന്മാർ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉടനെ ഒരു സങ്കീർത്തനം ചൊല്ലും. പടകിൽ മീൻ കിട്ടിയില്ല, ഒരു സങ്കീർത്തനം. ഭക്ഷണം കഴിച്ചു സന്തോഷമായി, ഒരു സങ്കീർത്തനം. ഇതൊരു രീതിയാണ്. പെസഹായ്ക്കുണ്ട്. പെസഹ നടത്തുമ്പോഴും സങ്കീർത്തനം. അവർ സ്തോത്രം ചൊല്ലിയ ശേഷം ഒലിമലയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം ചൊല്ലി. കർത്താവിൻ്റെ ഈ അവസ്ഥയിലും കർത്താവിൻ്റെ പറ്റിയുള്ള ദാവീദിൻ്റെ ഈ പ്രവചനം നിവർത്തിയാകുന്നു എന്ന് അവൻ തന്നെ സാക്ഷീകരിച്ചുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്നുള്ള സങ്കീർത്തനം മുഴുവൻ ചൊല്ലുകയാണ്. അല്ലാതെ പിതാവിനോട് അയ്യോ ഈ പരിപാടി എന്നോട് കാണിച്ചല്ലോ എന്നൊന്നുമല്ല. അതൊന്നുമല്ല. പിതാവ് കൂടുണ്ട്. പിതാവും പരിശുദ്ധാത്മാവും ഒക്കെ കൂടെ തന്നെയുണ്ട്. പക്ഷെ ഇത് ആവശ്യമായിരുന്നതിനാൽ അവർ മറഞ്ഞു നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൂടെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് കൂടാരം അടിച്ച് നമ്മളുടെ തേജസ് ഉള്ളിലാക്കി അത് മറ്റുള്ളവർക്ക് പരിശുദ്ധ മാതാവ് കൊടുത്തതുപോലെ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾ പോലും അറിയാതെ സ്പ്രെഡ് ചെയ്യേണ്ടതാണിത്. അതിന് നമ്മുടെ വീടുകളിൽ കൂടാരങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ കൂടാരങ്ങളും ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അല്ലാതെ നമ്മളായിട്ട് ചെയ്യാൻ പോയാൽ അത് അഭിനയമായി പോകും. അതേസമയം നമ്മളിൽ തേജസ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് അടുക്കുന്നവർക്ക് ആ തേജസ് കിട്ടും. മാതാവ് എലിസബത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ തേജസ് അവളിലേക്ക് വ്യാപിച്ചു, സക്രയിലേക്ക് വ്യാപിച്ചു, യോഹന്നാനിലേക്ക് വ്യാപിച്ചു. ഇതുപോലെ മാതാവാകുവാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവ തേജസ്, കർത്താവിൻ്റെ തേജസ് കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ തേജസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 6 ദിവസം കഴിഞ്ഞുള്ള ആ 7-ാം ദിവസം കർത്താവിനോടുകൂടെ കൂടാരത്തിൽ നിങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടിരിക്കണം. അല്ലാതെ എന്നോ നടക്കാൻ പോകുന്ന എന്തോ കാര്യത്തിന് വേണ്ടി ഇന്നേ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം മാറ്റിവെച്ചിട്ട് അതിനുവേണ്ടി തയ്യാറാകുക. എന്തൊക്കെ നേടിയാലും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാം നേടിയാലും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് നമുക്ക് ഈ ദേവാലയത്തിൽ ഇന്ന് വന്നു കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മഹിമയുള്ള ജീവിതത്തെ നമ്മുടെ മഹിമയുള്ള ജീവിതത്തിന് അനുകൂലമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ തേജസ് എവിടെയെല്ലാം അത് വ്യാപിക്കുമെന്നറിയാമോ? വേദോത്സവത്തിലെ ഏറ്റവും അതിമനോഹരമായൊരു വാക്യമുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. കർത്താവിൻ്റെ ജനനത്തിങ്കിൽ ദൂതൻ കന്യാമറിയാവിന് വെളിപ്പെട്ടിട്ട് പിന്നെ വേറൊരു കൂട്ടർക്ക് വെളിപ്പെട്ടു. ആർക്കാണ്? ആട്ടിടയന്മാർക്ക് വെളിപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു വചനം എഴുതിയിട്ടുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ്. അവരെ തേജസ് ചുറ്റി മിന്നി. തേജസ് അവരെ ചുറ്റി മിന്നി. ഈ തേജസ് കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മേഘത്തിൻ്റെ തേജസ്സൊന്നുമല്ല. അതിനൊക്കെ എത്രയോ 10 മടങ്ങ് കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഭാഗവാക്കായിട്ട് ഒഴുകി വരുന്ന സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വസിക്കുവാൻ, കൂടാരമടിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ
നമ്മൾ അതിന് നമ്മുടെ വേദനകളെല്ലാം അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടാരം അടിച്ചിട്ട് ആ വേദനകൾ, ആ തേജസ് ഏറ്റെടുക്കുകയാണ്. വേദനകൾ അവിടെയൊക്കെ തന്നെ കാണും. പക്ഷെ വേദനകളെക്കാളിൽ അതിശക്തമായ സന്തോഷവും ഹൃദയാനന്ദവും നമുക്ക് തന്നിട്ട് ഈ വേദനകൾ എൻ്റെ നുഖമാണ്. ദൈവമക്കളെ, കഷ്ടതയില്ലാതെ തേജസ് ഉണ്ടാവില്ല. വേദോത്സവത്തിൽ എവിടെയെല്ലാം തേജസ്സിൻ്റെ കാര്യം പറയുന്നുവോ അവിടെല്ലാം അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യമോ അതിനടുത്ത വാക്യമോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ സഹിഷ്ണുതയും കഷ്ടതയും പറ്റി പറഞ്ഞിരിക്കും. കഷ്ടത സഹിഷ്ണുതയാണ്. ഇത് രണ്ടും കൂടെ ചേർന്നേ തേജസ് ഉണ്ടാകുകയുള്ളൂ. നൊടി നേരത്തേക്കുള്ള നമ്മുടെ കഷ്ടം അത്യന്തം അനവധിയായുള്ള തേജസ്സിൻ്റെ നിത്യഘനം ലഭിക്കുവാൻ ഹേതുവാകുന്നു എന്നാണ്. തെസ്സലോനിക്കരുടെ ലേഖനത്തിലും ഇങ്ങനെ തേജസ്സുമായിട്ട് ബന്ധപ്പെട്ട അനേക വാക്യങ്ങളുണ്ട്. അതായത് കഷ്ടതയുണ്ട്. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കഷ്ടതയില്ലാതെ തേജസ്സും മഹത്വവും ഇല്ല. അതുപോലെ തന്നെയാണ് മരണമില്ലാതെ ഉയർപ്പുമില്ല. ഞാനൊരു വാക്യം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചേർന്ന് കുറച്ച് പറയുമോ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. എന്നിട്ട് അതിങ്ങനെ മനനം ചെയ്യണം. അത്ഭുതാവഹമായ രീതിയിൽ പരിശുദ്ധാത്മ പ്രവാഹം നിങ്ങളുടെ മേൽ വരും. പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. തേജസ് കയറിയൻ പറയുന്നതാണത്. തേജസ് കയറിയൻ പറയുന്നതാണത്. പറയാമോ? ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായി. നിങ്ങൾ പറയണ്ട, മണിയടിച്ചു. ഇങ്ങനെയാണോ പറയുന്നത്? വേദം നല്ല ഉറച്ച് നല്ല പറയേ, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിലുള്ള വിശ്വാസത്തിലത്രേ. നിങ്ങളിത് ഉരുവിട്ടുകൊണ്ടിരിക്കുക. എന്തൊരു ആശ്വാസവും ആനന്ദവും എല്ലാ പ്രശ്നങ്ങൾക്കും ഉപരിയായി പ്രശ്നമേ എനിക്കൊരു ദൈവമുണ്ട്. ബിക്കോസ് ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നെവർദലെസ് ഐ ലിവ് യെറ്റ് നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത്, അതായത് ഈ ശരീരത്തിൽ എനിക്ക് ജീവിക്കുന്നതോ എന്തിനാണെന്നറിയാമോ? എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ്റെ വിശ്വാസത്തിലത്രേ. അതുകൊണ്ട് എല്ലാ അവസ്ഥകളെയും എങ്ങനെ ആയിക്കോട്ടെ, ഏതവസ്ഥ ആയിക്കോട്ടെ, നമ്മൾ ക്രിസ്തു സ്നേഹത്തെപ്പറ്റി കൂടുതൽ ധ്യാനിക്കണം. നമുക്ക് പറ്റിയ പരാജയം എവിടെയാണെന്നറിയാമോ? നമ്മളുടെ പ്രശ്നങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവസന്നിധിയിൽ വന്നിരുന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രശ്നങ്ങളാണ്. അതല്ല, പ്രശ്നങ്ങൾ അവിടെ ഇരിക്കട്ടെന്നേ. അവിടെ ഇരുന്നിട്ട് കർത്താവിൻ്റെ മുറിവുമായിട്ട് നമ്മുടെ ഈ പ്രശ്നത്തെ അങ്ങോട്ട് ചേർത്ത് വയ്ക്കണം. നിങ്ങളിങ്ങനെ ധ്യാനിക്കണം, മുറിവുകളെ ധ്യാനിക്കണം. ഓരോ മുറിവ് ആലോചിച്ച് നോക്കും. കയ്യിലടിച്ച് കയറി കാലിലടിച്ച് കയറ്റിയ ആണികളെയും അവിടെ നിന്ന് ഒഴുകിയിറങ്ങി ആ മരക്കുരിശിൻ്റെ വശങ്ങളിൽ കൂടി ഒഴുകി ഭൂമിയിലേക്ക് ആദാമിൻ്റെ വായിലേക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്ന ആ രക്തത്തെപ്പറ്റി, പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ നിന്ന് ഒഴുകിയിരുന്ന ആ രക്തത്തെപ്പറ്റി ഒന്ന് ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ഈ വേദനയെ അങ്ങോട്ടെടുത്ത് വയ്ക്കുമ്പോൾ ആ വേദനയും ഈ വേദനയും തമ്മിൽ എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. പ്രശ്നം അവിടെ ഉണ്ട്. കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ പ്രശ്നത്തിന് മേൽ ഈ സ്നേഹം വന്ന് നിറഞ്ഞു കവിയും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. പ്രൊഫീരിയോസ് എന്ന് പറഞ്ഞൊരു പരിശുദ്ധനുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ പരിശുദ്ധനാണ്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ പ്രൊഫീരിയസ് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഈ കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ദൈവസന്നിധിയിൽ വന്ന് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതൊന്നും അല്പം ഒന്ന് കുറച്ചിട്ട്, അതൊന്നും പറയണ്ടെന്നല്ല, പക്ഷെ അതിനേക്കാളിൽ കൂടുതൽ കർത്താവിന് നമ്മോടുള്ള ആ സ്നേഹം, കാലുറിയിലെ ത്യാഗത്തെപ്പറ്റി കൂടുതൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആ വ്യാപ്തിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാവും, കർത്താവ് മാറ്റി തരികയും ചെയ്യും. അതുകൊണ്ട് ഈ തേജസ്സിൻ്റെ ദിവസങ്ങളിൽ മറുരൂപമലയുടെ
ആ വലിയ തേജസ്സിൻ്റെ നിമിഷങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ഇരിപ്പിടം, ഒരു സ്പേസ് ഉണ്ടാക്കാം, ഒരു ക്ലോസ്ഡ് സ്പേസ്. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണം. ഭയങ്കര അനുഗ്രഹം വരും. പൈശാചിക ബാധകളൊന്നും നിങ്ങളെ ഏഴയലത്ത് പോലും വരികയില്ല. നിൻ്റെ ഒരു ഭാഗത്ത് 1000-ങ്ങളും നിൻ്റെ വലത്ത് ഭാഗത്ത് 10,000-ങ്ങളും വീഴും. നീ അത് നിൻ്റെ കണ്ണുകൊണ്ട് കാണും. ഇത് ദൈവവചനമാണ്. അത് ഏറ്റെടുത്ത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവമാതാവ് തേജസ് സ്വീകരിച്ച് മഹിമയുള്ളവളായി. അവളെ പോലെ നമ്മൾ ആകുവാൻ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവുമാണെങ്കിൽ ആ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് അതിനിഷ്ടമുള്ളത് ചെയ്യുകയും ദൈവവചനം നിങ്ങൾ നിവൃത്തിയാകുകയും ചെയ്യും. അതുകൊണ്ട് വചനത്തെ സ്നേഹിക്കുക, കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുക, ആരാധനയെ സംബന്ധിച്ച് വിശുദ്ധ ജീവിതത്തിന് പാത്രമാകുക, വിശുദ്ധി ആഗ്രഹിക്കുക. ഇന്ന് ആരും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് വിശുദ്ധ ജീവിതം. പരിമളത്തിനുമേനി മാതാവ് മാത്രം വിശുദ്ധരായ മതിയോ? നമ്മൾ വിശുദ്ധരാകണ്ടേ? വിശുദ്ധരായവരിൽ നിന്ന് കുറേ അനുഗ്രഹങ്ങൾ പ്രാപിച്ചാൽ ആത്മീയതയാണെന്ന് വിചാരിക്കരുത്. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വാഴുവാൻ ആഗ്രഹിക്കുന്നു. അതിന് വിശുദ്ധി അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധി ശരീരത്തിൽ തുടങ്ങണം. ശരീരത്തിൽ, അല്ലാതെ അകത്ത് നടക്കുന്ന എന്തോ പ്രകടനങ്ങളല്ല ഇത്. ശരീരത്തിൽ തുടങ്ങണം. ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ അശുദ്ധമായത് നമ്മുടെ ശരീരത്തെ സ്പർശിക്കരുത്. അത് പ്രയാസമാണ്. ഒറ്റയാൾ കൂടില്ലെങ്കിൽ, അതായത് ഒറ്റയാളെന്നല്ല, ഒരാൾ കൂടില്ലെങ്കിൽ അത് നടക്കത്തേയില്ല. നിങ്ങൾ ഇനി ഉച്ചയും കുത്തി നിന്നാൽ നടക്കത്തില്ല. ഒരു പാപത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണോ? ശരീരം കൊതിക്കുന്ന പല തിന്മകളുമുണ്ട്. ഈ ശരീരത്തെ ദുഷ്കാമത്തിനും അശുദ്ധിക്കും അതുപോലെയുള്ള ദുർനടപ്പിനും ഏൽപ്പിച്ചു കൊടുക്കത്തക്കവണ്ണം ശരീരത്തെ കീഴ്പ്പെടുത്തുന്ന പാപങ്ങളിൽ നിങ്ങൾക്ക് വിടുതൽ വേണമെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ പറ്റില്ല. ആ ആളുടെ പേരാണ് മറ്റൊരു കാര്യസ്ഥൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, പാറക്കിലീത്തോ, സഹായകൻ. അവൻ നിങ്ങളെ സഹായിക്കും. അവൻ്റെ ഉള്ളിൽ കയറി നിന്നാൽ അങ്ങ് ലിഫ്റ്റ് പൊക്കുന്ന പോലെ പൊക്കിക്കൊണ്ട് പോകും. എന്ന് പറഞ്ഞാൽ ഓരോ പാപത്തെയും ജയിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് കഴിയും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉച്ച നമസ്കാരത്തിനായ തലകളെ വണക്കി അല്പസമയം ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം നമസ്കാരത്തിനായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. ദൈവമായ കർത്താവേ, അനുഗ്രഹപ്രദമായ നിൻ്റെ തിരുവചനത്തിൽ പ്രത്യാശയോടുകൂടി ഇരിക്കുന്ന ഈ ജനത്തെ നിൻ്റെ തൃക്കൺ പാർത്ത് അനുഗ്രഹിക്കണമേ. ദൈവ തേജസ് ഇവരിലേക്ക് ഇറങ്ങുകയും എല്ലാവരിലുള്ള പ്രയാസങ്ങളും ഭാരങ്ങളും നിൻ്റെ സന്നിധിയിൽ നിസ്സാരമുള്ളതായി മാറി ദൈവ തേജസ്സിനാൽ അവ ഭസ്മീകരിക്കപ്പെടുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, നിൻ്റെ തേജസ് കണ്ടറിഞ്ഞ പരിശുദ്ധ ദൈവമാതാവും അട്ടിടയന്മാരും ശിഷ്യന്മാർക്കും അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹ നദിയായി ഒഴുകി ഇറങ്ങി അതെല്ലാം അവരുടെ എല്ലാം പ്രശ്നങ്ങൾക്കും വേദനകൾക്കും പരിഹാരം വരുത്തിയതുപോലെ കർത്താവെ, നിൻ്റെ മുമ്പാകെ നിൻ്റെ കാൽവറിയിൽ ഒഴുകുന്ന രക്തത്തിന് മുമ്പാകെ ധ്യാനിച്ചുകൊണ്ട് തലകളെ ഉണക്കിയിരിക്കുന്ന ഈ നിൻ്റെ ജനങ്ങളുടെ എല്ലാവിധ ഭാരങ്ങളും പ്രശ്നങ്ങളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും നിൻ്റെ സന്നിധിയിൽ താഴ്ത്തിറക്കി വയ്ക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം അതിലെല്ലാം പ്രബലപ്പെട്ട് ഇവർ അനുഗ്രഹം പ്രാപിച്ച് സന്തോഷവും സമാധാനവും ആനന്ദം നിറഞ്ഞവരായി പോകുവാൻ നിൻ്റെ ജയമുള്ള സ്ലീബ രാവും പകലും ഇവർക്ക് കോട്ടയായിരിക്കുകയും അതിനകത്ത് ഇവരെല്ലാവരും മറക്കപ്പെടുകയും ചെയ്യുമാറാട്ടെ. ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ ഗീവർഗീസാദായെ എൻ്റെ മാധ്യസ്ഥ എപ്പോഴും ഞങ്ങൾ കൂട്ടായിരിക്കണമേ. പരിശുദ്ധനായ മാർ കുറിയാക്കോസാദായെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന വിശുദ്ധിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ ആമേൻ.